بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آله وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم رب السماوات والأرض وما بينهما إن كنتم موقنين لا إله إلا هو يحيي ويميت ربكم ورب آبائكم الأولين بل هم في شك يلعبون صدق الله العلي العظيم. ബഹുമാനികളെ, സൂറത്തു ദുഖാനിലെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ 6 ആയത്തുകളിൽ പരിശുദ്ധ ഖുർആനിൻ്റെ അവതരണവും ഖുർആനിൻ്റെ മഹത്വവും പഠിപ്പിച്ച ശേഷം 6-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, റഹ്മത്തൻ മിർ റബ്ബിക ഇന്നഹു ഹുവസ് സമീഉൽ അലീം. ഈ ഖുർആനിൻ്റെ അവതരണം റഹ്മത്തൻ മിർ റബ്ബിക്, നിന്റെ രക്ഷിതാവിൽ നിന്നുള്ള വലിയ ഒരു അനുഗ്രഹമാണ്. ഖുർആൻ അവതരിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ, മുർസലീങ്ങൾ അല്ലാഹു തആല അയച്ചില്ലായിരുന്നുവെങ്കിൽ സമൂഹത്തിൻ്റെ അവസ്ഥ സദാസമയവും ജഹാലത്തിലും കുഫ്രിയത്തിലും മാത്രമായിരിക്കും. ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നൊരു സ്വഭാവമായിരിക്കും ആൾക്കാർക്കുണ്ടാകുക. അപ്പോൾ ഖുർആൻ അല്ലാഹു നൽകിയത് വലിയൊരു അനുഗ്രഹമാണ്. റഹ്മത്തൻ മിർ റബ്ബിക് ഇന്നഹു ഹുവസ് സമീഉൽ അലീം. ഖുർആനിലെ എല്ലാ സൂറത്തുകളിലും അള്ളാഹുവിനെ പഠിപ്പിക്കുക എന്നതൊരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണല്ലോ തൗഹീദ്. അതാണ് ഇവിടെയും തുടക്കത്തിൽ അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാണ്? ആദ്യം പറഞ്ഞു മിർ റബ്ബിക്, നിന്റെ റബ്ബാണ് അല്ലാഹു തആല. നിന്നെ ഇല്ലായ്മയിൽ നിന്ന് ഉണ്മയിലേക്ക് കൊണ്ടുവന്ന് സൃഷ്ടിച്ച് പരിപാലിച്ച് വളർത്തി വികസിപ്പിച്ച് സൗകര്യ സംവിധാനങ്ങളൊക്കെ നൽകി ഈ വിധത്തിലേക്ക് നിന്നെ ഉയർത്തിയവൻ, അവനാണ് റബ്ബ് തആല. ഘട്ടം ഘട്ടമായി ഒരു വസ്തുവിനെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് ഉയർത്തുക, വളർത്തുക എന്നതാണ് റബ്ബ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റബ്ബുൽ ആലമീൻ എന്നതിൻ്റെ ചർച്ചയിൽ നമ്മളത് വിശദമായി പറഞ്ഞിരുന്നു ഫാത്തിഹ സൂറത്തിൽ. അപ്പോൾ റബ്ബ് തആലയാണ് നമ്മളെ പരിപാലിക്കുന്നത്. നമ്മളെ മാത്രമല്ല അവൻ പരിപാലിക്കുന്നത്. റബ്ബിസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ, ആകാശ ഭൂമികൾ അതിലെ സർവസ്വവും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ അവനാണ്. ആകാശഭൂമികളുടെ പരിപാലനം അള്ളാഹുവിൻ്റെ പക്കലാണ് എന്നതിന് 100 കൂട്ടം ജീവിച്ചിരിക്കുന്ന തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ കാലാവസ്ഥാ വ്യതിയാനം. നമ്മുടെ ആരുടെയും നിയന്ത്രണത്തിന് ഒതുങ്ങിയിട്ടൊരു നിലക്കും കാലാവസ്ഥയെ മാറ്റാൻ കഴിയില്ല. പലതിൽ ഒന്നാണത്. മറ്റൊന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന, വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന വ്യത്യസ്ത പകർച്ചവ്യാധികൾ, മഹാമാരികൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല എപ്പോഴാണോ നിയന്ത്രണ വിധേയമാക്കുന്നത് അപ്പോൾ അത് നിയന്ത്രണ വിധേയമാകും. അത് ഇന്ന് കാലത്ത് മാത്രമല്ല, മുമ്പും അങ്ങനെ തന്നെ. മുമ്പും ലക്ഷക്കണക്കിന് ആളുകൾ മരിക്കുന്ന രൂപത്തിലുള്ള പകർച്ചവ്യാധികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരിക്കുന്ന കാലത്ത് വ്യാപകമായ പകർച്ച വ്യാധി ഷാമിൽ പിടിപെട്ടിട്ടുണ്ട്. ദുആരക്കും മുഅ്മിനീങ്ങൾ ദുആരക്കും അർപ്പണബോധത്തോടുകൂടെ ദിക്ർ ചൊല്ലി സ്വതക്ക ചെയ്ത് ഇബാദത്തുകൾ ചെയ്ത് മുന്നോട്ട് നീങ്ങും.
അതൊന്നും വേണ്ട എന്നോ അല്ലെങ്കിൽ അതൊന്നും ഇതിന് കാരണമല്ല എന്നോ അർത്ഥമില്ല. പക്ഷെ നിയന്ത്രണ വിധേയമാക്കുന്നത് ആരെങ്കിലും നിശ്ചയിക്കുന്നത് പോലെ നിർണയിക്കുന്നത് പോലെ ഭൗതികമായ ഏതെങ്കിലും ശാസ്ത്രങ്ങളുടെ പിറകിൽ മാത്രമാണ് എന്ന വിശ്വാസം ശരിയല്ല. അങ്ങനെയെങ്കിൽ, അതാണ് ശരിയെങ്കിൽ, വളരെയധികം പാടുപെട്ടാണ് നമ്മുടെ നാട്ടിലെ ആളുകളൊക്കെ 1ഉം 2ഉം വാക്സിൻ സ്വീകരിച്ചത്. ആ ആളുകൾക്ക് പ്രതിരോധമായിരുന്നു പ്രധാനമായും പറഞ്ഞിരുന്ന വിഷയവും. ഇപ്പൊ ആളുകളിൽ ഒരുപാട് ആളുകളാണ് ഇപ്പോൾ പിടിപെട്ടുകൊണ്ടിരിക്കുന്നതിൽ വളരെയധികം വിഷമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ ഒന്ന് മാറി, അത് ഇതിന് മാർഗമല്ല എന്നാണ്. ഇനി പുതിയത് കണ്ടെത്തിയിട്ട് പുതിയത് വേണം. അപ്പൊ പിന്നെ അത് മാറ്ററായി പറയാനുള്ളത് നമ്മുടെ ഒന്നും കഴിവിന്റെ പരിധിയിലല്ല. ഏത് രോഗവും അങ്ങനെ തന്നെ നമ്മുടെ കഴിവിന്റെ പരിധിയിലല്ലല്ലോ. ഒരു രോഗം അല്ലാഹു തആല നൽകിയത് അല്ലാഹു ആണെന്ന് ശിഫയാക്കുന്നത്. നിമിത്തങ്ങൾ അല്ലാഹു ധാരാളം വെച്ചിട്ടുണ്ട്. ദുആ ഒരു മാർഗമാണ്, ചികിത്സ ഒരു മാർഗമാണ്, തവക്കുൽ വേറൊരു മാർഗമാണ്, സ്വതക്ക വേറൊരു മാർഗമാണ്, നേർച്ച വേറൊരു മാർഗമാണ്. ധാരാളം മാർഗങ്ങൾ, 1, 2 അല്ല. പക്ഷേ അത് മാറ്റിത്തരുന്നവൻ, നിശ്ചയിക്കുന്നവൻ, മാറുന്നത് അല്ലാഹു തആലാന്റെ കൽപ്പനയാണ്. അതുകൊണ്ടാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുത്ത് വന്ന് രോഗത്തിന്റെ ശിഫ തേടി എല്ലാവർക്കും തങ്ങൾ ശിഫ നൽകിയിട്ടില്ല. ചിലരോടൊക്കെ ഇൻ സ്വബർത്തി ഫലക്കിൽ ജന്ന, ഒരു പെണ്ണ് വന്ന് എനിക്ക് അപസ്മാരോഗം ഉണ്ടാകുന്നുണ്ട്, വല്ലാത്ത വിഷമമുണ്ട്, അതുകൊണ്ട് തങ്ങളൊന്ന് ദ്വാരന്ന് എനിക്കൊരു സന്തോഷം കിട്ടിയാൽ, അപ്പൊ തങ്ങൾ കൊടുത്ത മറുപടി, നീ ക്ഷമിക്കുകയാണെങ്കിൽ നിനക്ക് സ്വർഗം കിട്ടും. അപ്പൊ ആ പെണ്ണ് പറഞ്ഞു, ഞാൻ ക്ഷമിച്ചോളാം, സ്വർഗം കിട്ടുമല്ലോ. പക്ഷേ നബിയെ, എനിക്കൊരു അപേക്ഷയുണ്ട്, ഞാനിങ്ങനെ അപസ്മാരോഗം ഇളകി വീഴുമ്പോ എന്റെ ഔറത്ത് വെളിവാകാണ്, അതെനിക്ക് വല്ലാത്തൊരു വിഷമാണ്, അതില്ലാതിരിക്കാൻ തങ്ങളൊന്ന് ദ്വാരക്കണം. അതിനു വേണ്ടി തങ്ങൾ ദ്വാരുന്നു. ഹദീസിൽ കാണാം, പിന്നെ ആ പെണ്ണ് എപ്പോ അപസ്മാരോഗം ഇളകി വീണാലും ഔറത്ത് വെളിവാകില്ല. അപ്പൊ ദ്വാ ഫലിക്കൂല എന്ന് പറയരുത്, ദ്വാരുന്നല്ലോ ഇവിടെ. ഔറത്ത് വെളിവാകാതിരിക്കാൻ തങ്ങൾ ദ്വാരുന്നു, ആ സംഗതി പിന്നെ ഉണ്ടായില്ല. രോഗം മാറാൻ വേണ്ടി എന്തുകൊണ്ട് ദ്വാരുന്നില്ല? എല്ലാ രോഗങ്ങളും മാറിക്കൊള്ളണമെന്നില്ല. മാറ്റേണ്ടതും മാറ്റാതിരിക്കേണ്ടതും അള്ളാഹുവിന്റെ നിശ്ചയമാണ്. അപ്പൊ അതുകൊണ്ട് കാരണങ്ങളുമായി ബന്ധപ്പെടേണ്ടതാണോ? അല്ല, അത് നമ്മെ ഏൽപ്പിച്ച ഡ്യൂട്ടിയാണ്. നമ്മൾ അങ്ങനെ ബന്ധപ്പെടുന്നതിന് നമുക്ക് കൂലിയുണ്ട്. പോയി ഡോക്ടറെ കാണിക്കുന്നതിന്, മരുന്ന് വാങ്ങിക്കുന്നതിന്, അതുപോലെ ദ്വാരക്കുന്നതിന്, ദിക്റിൽ, ഇതിനൊക്കെ നമുക്ക് കൂലിയുണ്ട്. നമ്മെ അല്ലാഹു തആല ഏൽപ്പിച്ചത് അങ്ങനെയാണ്. അതെന്തിന്? നമ്മുടെ മനസ്സിന്റെ സമാധാനത്തിന് വേണ്ടി. ഒരുപാട് മാർഗങ്ങളുമായി ബന്ധപ്പെടും. ആ ബന്ധപ്പെടുന്ന മാർഗങ്ങളിൽ ഒന്നും ഫലിച്ചില്ല എങ്കിലോ നമുക്ക് നഷ്ടമൊന്നും വരാനില്ല. അങ്ങനെ ചിന്തിക്കരുത്. ഞാൻ കുറെ ചികിത്സിച്ചു, എനിക്കൊന്നും അതുകൊണ്ട് കിട്ടിയില്ല എന്ന് പറയരുത്. ആ ചികിത്സിച്ചതിനൊക്കെ നിയ്യത്ത് നന്നാക്കിയിട്ടുണ്ടോ, അള്ളാഹു വലിയ കൂലി തരും. അയാൾ വെറുതെ നിന്നില്ലല്ലോ, ഞാൻ വെച്ച നിമിത്തങ്ങളുമായി അയാൾ ബന്ധപ്പെട്ടു. എത്ര കൊല്ലങ്ങൾ ചികിത്സിക്കുന്നവരുണ്ട്. പക്ഷെ നമുക്ക് തോന്നുന്നതൊക്കെ വെറുതെയാണ്. വെറുതെ ആയി തോന്നരുത്. അതിന് 10 ലക്ഷം മുടക്കിയാലും 15 ലക്ഷം മുടക്കിയാലും 1 കോടി മുടക്കിയാലും മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിയ്യത്ത് നന്നാക്കിയിട്ടാണോ ചെയ്യുന്നത്, ഒന്നും വെറുതെ ആകൂല. ഇക്ര അങ്ങനെ ചെല്ലാറില്ലേ? സ്വതക്ക അങ്ങനെ നൽകാറില്ലേ? ഇതൊക്കെ അതിനുള്ള മാർഗങ്ങളാണ്. പക്ഷെ ഏത് മാർഗങ്ങളിലാണ് ക്ലിക്കാകാന്ന് പറയാൻ പറ്റൂല. മരുന്ന് കൊടുക്കും, ഒക്കെ ചെയ്യും, ചിലപ്പോൾ ഒരു നേർച്ചയിലായിരിക്കും ഫലം കണ്ടെത്തുക. അപ്പൊ അവിടെ നമ്മളെത്തി, അള്ളാഹു വെച്ച ആ സബബിലേക്ക് നമ്മളെത്തി. ചിലപ്പോ ഏതെങ്കിലും വ്യക്തികളുടെ ദുആ കൊണ്ടായിരിക്കും അയാൾ നമുക്ക് വേണ്ടി ആത്മാർത്ഥമായി ദ്വാരം. കാരണം സ്വന്തം ദ്വാരക്കുന്നതിനേക്കാൾ ഉത്തരം കിട്ടുമല്ലോ വേറൊരാൾ ദ്വാരക്കുന്നതിന്. അതുകൊണ്ട് അങ്ങനെ തുടങ്ങി എന്തെല്ലാം നിമിത്തങ്ങൾ അള്ളാഹു വെച്ചിട്ടുണ്ടോ അതിലൊക്കെ നമ്മൾ ബന്ധപ്പെടുന്ന, ആ ബന്ധപ്പെടുന്നൊന്നും വെറുതെ ആകൂല, കൂലിയുണ്ട്. പക്ഷേ അത് തീരുമാനിക്കുന്നവൻ അല്ലാഹു തആലയാണ്. ശിഫ നൽകണോ നൽകണ്ടേ എന്ന്. രോഗം മാറൂല എന്ന് നിശ്ചയിച്ച എത്ര ആളുകൾക്ക് രോഗം മാറിയിട്ടുണ്ട് അല്ലേ? മാറിയിട്ടുണ്ട്. ക്യാൻസർ വരെ മാറിയിട്ടുണ്ട്. മുമ്പൊരു മുഅല്ലിം സുഹൃത്തിനെ കണ്ടത് ഓർക്കുകയാണ് ഞാനിപ്പോഴും. അദ്ദേഹത്തെ അന്ന് കണ്ടപ്പോൾ പേടിയായി പോയി. കാരണം ഇത് രോഗം ബാധിച്ച ഒരു രോമം പോലും ശരീരത്തിലില്ല, നമ്മളെ ഈ തിരിച്ചറിയൽ അടയാളം പോലും ഇല്ല, എല്ലാം പോയിട്ടുണ്ട്.
അങ്ങനെ ഒരാളെ കണ്ടാൽ പേടിയാണല്ലോ മൊത്തത്തിൽ. അപ്പൊ നമ്മളെ കാണുമ്പോൾ ആരും നോക്കുമ്പോൾ ഇതൊക്കെ ശരീരത്തിൽ ഉള്ളതുകൊണ്ടാണ് മനുഷ്യന്മാരിങ്ങനെ നോക്കുന്നത്. ഈ രോമങ്ങളൊക്കെ അങ്ങോട്ട് കൊഴിഞ്ഞു പോയി ഇതും അടക്കം അങ്ങോട്ട് പോയാൽ പിന്നെ എങ്ങനെ ഉണ്ടാവും? പക്ഷെ പിന്നെ കുറച്ചുകൂടി കൊല്ലം കഴിഞ്ഞിട്ട് ആളെ കണ്ടു നോക്കുമ്പോൾ അതൊക്കെ ശരിക്ക് വന്ന് നല്ല ഉഷാറിൽ മൂപ്പര് പള്ളിയിലിരുന്ന് കാര്യങ്ങൾക്കൊക്കെ പങ്കെടുത്ത് നിസ്കാരത്തിനും ജമാഅത്തിനൊക്കെ വന്ന് നല്ല റാഹത്തിലുണ്ട്. അപ്പൊ അല്ലാഹുത്തആലയാണ് ഷാഫി, അല്ലാഹുത്തആലയാണ് കാഫി. കാരണം റബ്ബിസ് സമാവാതി വല്ലർളി വമാ ബൈനഹുമാ, ആകാശഭൂമികളെ സൃഷ്ടിച്ചു പരിപാലിക്കുന്നവൻ അവനാണല്ലോ സൃഷ്ടാവ്. പരിപാലനം അവന്റെ കയ്യിലുണ്ട്. അല്ലാഹുത്തആല സൃഷ്ടാവും പരിപാലനം മറ്റുള്ള കയ്യിലും അങ്ങനല്ല. അല്ലാഹുത്തആലയാണ് സൃഷ്ടിച്ചത്. പരിപാലകർ ഒരുപാട് ആൾക്കാരുണ്ട് എന്ന വിശ്വാസം ഉണ്ടായിരുന്നു മക്കയിൽ ഒരു ടീമിന്. കുറച്ചൊന്നല്ല, റബ്ബ് അർബാബ് കുറെ ഉണ്ട്, കുറെ റബ്ബുകളുണ്ട്, ഒന്നൊന്നല്ല അങ്ങനെ ഉണ്ടായിരുന്നു. ഇലാഹുകളൊന്നുമല്ല, കുറെ ഉണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏക ഇലാഹിലേക്ക് വിളിച്ചപ്പോൾ അവർ ചോദിച്ചത്, ഞങ്ങൾക്ക് ഇവിടെ ഇത്രയും തോനെ ഇലാഹ് ഉണ്ടായിട്ട് ഞങ്ങളെ കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നില്ല, പിന്നെ എങ്ങനെ ഒറ്റ ഇലാഹ് കൊണ്ട് കാര്യങ്ങൾ മതിയാക്കുന്നത്? അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ നുജാബ്. ഇലാഹുകളൊക്കെ കൂടി കൂട്ടിയിട്ട് ഒന്നാക്കിക്ക, ഇത് ഇന്ന ഹാദാ ലശൈഉൻ നുജാബ്, ഇതൊരു അത്ഭുതമുള്ള കാര്യം തന്നെ. അപ്പൊ അവരെ തസ്തികയിൽ ഇലാഹുകളും കുറെ ഉണ്ടായിരുന്നു, റബ്ബുകളും കുറെ ഉണ്ടായിരുന്നു. ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാഹ്, ഖുർആൻ പറയുന്നുണ്ട്. അവരുടെ പുരോഹിതന്മാരെയും പണ്ഡിതന്മാരെയൊക്കെ അള്ളാഹുവിന് പുറമെ റബ്ബുകളാക്കി തീരുമാനിച്ചു, നിശ്ചയിച്ചു. ഓരോ മേഖലകളിലും ഓലൊക്കെ റബ്ബാണ്. റബ്ബും ഇലാഹും ഒക്കെ ഒന്ന് തന്നെ, വേറല്ല. റബ്ബിസ് സമാവാതി വല്ലർളി വമാ ബൈനഹുമാ, സർവ്വതിനെയും പരിപാലിക്കുന്നവൻ സ്രഷ്ടാവായ റബ്ബ് തആലയാണ്. അവനാണോ സൃഷ്ടികർമ്മം നടത്തിയത്, അവൻ തന്നെയാണ് റബ്ബും പരിപാലകനും അവനാണ്. ഏത് സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ വേണമെന്നും വേണ്ട എന്നും യഥാവിധി നിശ്ചയിക്കാനും തീരുമാനിക്കാനും പരമാധികാരിയായ ഒരുത്തൻ എല്ലാറ്റിൻ്റെയും സൃഷ്ടികർമ്മം നടത്തിയ അല്ലാഹു തആലയാണ്. ആ ഒരു വിശ്വാസം ശരിക്ക് വേണം. അതുകൊണ്ടാ തൊട്ടിപ്പുറത്ത് ഇൻ കുൻതും മൂഖിനീൻ, നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നവരാണെങ്കിൽ, യഖീനുള്ള വിശ്വാസമാണ് വേണ്ടത്. അള്ളാഹു നമ്മുടെ ഈമാൻ യഖീനാക്കി തരട്ടെ. ഇൻ കുൻതും മൂഖിനീൻ എന്ന് വെറുതെ പറഞ്ഞതല്ല. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇൻ കുൻതും തത്ലുബൂനൽ യഖീന വതുരീദൂനഹു, ഈ യഖീൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ, നല്ലോണം ഉറച്ച വിശ്വാസമുള്ള ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ കാര്യം എങ്ങനെയാണ്? സൃഷ്ടിച്ച് പരിപാലിച്ച് സംവിധാനിച്ച് മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഇത് പറയാൻ കാരണം കാനൂ യഖിറൂന, പഴയ കാലത്തെ ആളുകൾ സമ്മതിച്ചിരുന്നു, ബി അന്നലിസ്സമാവാതി വല്ലർളി റബ്ബൻ വ ഖാലിഖൻ, റബ്ബ് വേറെ ഖാലിഖ് വേറെ. ആകാശഭൂമി സൃഷ്ടിച്ചത് വേറൊരാള്, സംവിധാനിച്ചത് പരിപാലിക്കുന്നത് വേറൊരാള്. അപ്പൊ അല്ലാഹു തആല പറഞ്ഞു, അല്ലല്ലല്ല, സൃഷ്ടികർമ്മം നടത്തിയവനും പരിപാലിക്കുന്നവനും ഒക്കെ ഒന്ന് തന്നെയാണ്. മുർസലീങ്ങൾ അയച്ചത്, കിതാബുകൾ ഇറക്കി തന്നത് അള്ളാഹുവിന്റെ വലിയ റഹ്മത്താണ്. റബ്ബ് പരിപാലിക്കുന്നവൻ പരിപാലനത്തിന്റെ ഭാഗമായി തന്ന വലിയ റഹ്മത്താണ് ഈ അവതരണം. നേരത്തെ നമ്മൾ അവതരണത്തെ പറ്റി പറഞ്ഞല്ലോ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക്കത്തിൻ ഇന്നാ കുന്നാ മുൻദിരീൻ എന്ന് പറഞ്ഞു. പിന്നെ മുർസലീങ്ങൾ അയക്കുന്നത് പറഞ്ഞു, ഇന്നാ കുന്നാ മുർസലീൻ, രണ്ടും പറഞ്ഞു. മുർസലീങ്ങൾ അയച്ചതും കിതാബുകൾ ഇറക്കി തന്നതും അള്ളാഹു ചെയ്ത, അവന്റെ തർബിയത്തിന്റെ ഭാഗമായി ചെയ്ത വലിയ റഹ്മത്താണ്, വലിയ അനുഗ്രഹമാണ്. ഈ ഖുർആനെങ്ങാനും ഈ കിതാബുകളെങ്ങാനും അവതരിച്ചില്ലായിരുന്നുവെങ്കിൽ ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും? ഇനി ഒരു കാരണം പറയാൻ, ഒരു നിമിത്തം പറയാൻ, ഞങ്ങൾക്ക് കിതാബൊന്നും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾക്ക് വായിക്കാനൊന്നും അറിഞ്ഞിരുന്നില്ല, ഞങ്ങളൊന്നും പഠിക്കാൻ കഴിഞ്ഞിരുന്നില്ല, മുർസലീങ്ങളെ ഞങ്ങൾക്ക് അയച്ചിട്ടില്ലല്ലോ എന്നൊരു കാരണം പറയാൻ ഇല്ല. എന്തിനാ ഇപ്പൊ അല്ലാഹു തആല മുർസലീങ്ങൾ എങ്ങനെ അയച്ചത്? എന്തിനാ അള്ളാഹു കിതാബുകൾ ഇങ്ങനെ ഇറക്കിയത്? ആളുകൾ അത് പഠിച്ച് അത് ചിന്തിച്ച് മനസ്സിലാക്കി ഈമാനും യഖീനും ഉൾക്കൊള്ളണം. അതിലേക്ക് അത് ഫത്രത്തിന്റെ ആൾക്കാരെ പറ്റി കുറഞ്ഞ കാലം. ഒമാ കുന്നാ മുഅദ്ദിബീൻ ഹത്താ നബഅസ റസൂല എന്ന് പറഞ്ഞാൽ കിതാബും കിട്ടിയിട്ടില്ല, മുർസലീങ്ങളുടെ സന്ദേശവും കിട്ടിയിട്ടില്ല, അങ്ങനത്തെ ഒരു വിഭാഗത്തെ നമ്മൾ ശിക്ഷിക്കൂല. അഹ്ലുൽ ഫത്ര,
അവരെവിടെയാണ് എന്നുള്ളതിൽ വിവിധ വീക്ഷണമുണ്ട്. നരകത്തിലല്ല എന്ന് ഏതായാലും പറയുന്നുണ്ട്. സ്വർഗത്തിലാണോ ആറാഫിലാണോ എന്ന വിവിധ വീക്ഷണങ്ങളുണ്ട്. അവരെ ശിക്ഷിക്കൂല. കാരണം അവർ ശിക്ഷിക്കണമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരിലെ കിതാബുകളും ഇറക്കിയിട്ടില്ല, അതുപോലെ തന്നെ ഒരു നബിന്റെ റിസാലത്തും അവർക്ക് എത്തിയിട്ടില്ല. അങ്ങനെ കുറെ വിഭാഗങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഉയർത്തപ്പെട്ടതിന് ശേഷം 6 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വരവ്. എത്ര നൂറ്റാണ്ട്? 6 നൂറ്റാണ്ട്. അപ്പൊ അതിന്റെ ഇടക്ക് എത്ര കാലുണ്ട്? 1 നൂറ്റാണ്ട് കൊണ്ട് തന്നെ ഈ ഇഞ്ചീല് പരിവർത്തനം ചെയ്യപ്പെട്ടു പോയിട്ടുണ്ട്. പിന്നെ സൂക്ഷിക്കുന്നത് എവിടോ കുറഞ്ഞ സ്ഥലങ്ങളിൽ എവിടെയെങ്കിലൊക്കെ ഒറ്റപ്പെട്ട രീതിയിലേ ഉള്ളൂ, മാറ്റിമറിക്കൾക്ക് വിധേയമായിട്ട്. പിന്നെയുണ്ടല്ലോ 5 നൂറ്റാണ്ട്. അപ്പൊ അതിൻ്റെ ഇടയിൽ ഒരു നബിന്റെ സന്ദേശവും കിതാബിന്റെ വിവരണവും എത്താത്ത ആളുകൾ അവരെ ശിക്ഷിക്കൂല എന്നാണ് അല്ലാഹു പറഞ്ഞു. വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബഅസ റസൂല. ഉപ്പാപ്പമാർക്ക് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മില്ലത്താണ് ഉള്ളത്. എല്ലാ ഉപ്പാപ്പമാർക്കും നമ്മൾ എണ്ണുന്ന 20 ഉപ്പാപ്പമാരുണ്ട്. അവർക്കൊക്കെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മില്ലത്താണ്. ആ മില്ലത്തിലാണ് അവരൊക്കെ ജീവിച്ചത്. അതുകൊണ്ടാണ് അത്തരത്തിൽ ഷിർക്ക് മക്കയില് വ്യാപിച്ച കാലത്തും ഒരൊറ്റ ഷിർക്കിന്റെ പരിപാടിക്കും അബ്ദുൽ മുത്തലിബിന് നേതൃത്വം നൽകിയിട്ടില്ല, ഒന്നിനു പോലും. ആ മില്ലത്തിലായിട്ടാണ് എന്ന് പറഞ്ഞ് അങ്ങനെ തന്നെ നിലകൊള്ളുന്ന ഒറ്റപ്പെട്ട നല്ല മനുഷ്യന്മാരും ആ കാലഘട്ടത്തിൽ തന്നെ ഉണ്ട്, പലരും ഉണ്ട്. അതിൽപ്പെട്ട ഒരാളായിരുന്നു വറഖത്ത് ബിൻ നൗഫൽ. പക്ഷെ ആ വറഖത്ത് ബിൻ നൗഫൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനും തങ്ങളെ അംഗീകരിക്കാനും ഉള്ളൊരു ഭാഗ്യം കിട്ടി എന്നതാണ്. മറ്റു ചില ആളുകൾ മക്ക വിട്ടുപോയത് കൊണ്ട് പലർക്കും ആ ഭാഗ്യം സിദ്ധിച്ചിട്ടില്ല. പക്ഷെ അവർക്ക് ഇങ്ങനെ റസൂൽ മക്കയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരവും കിട്ടിയിട്ട് മക്കയിലേക്ക് തിരിച്ചു വരാൻ പല കാരണങ്ങളെ കൊണ്ട് സാധിക്കാതെ വന്നിട്ടുണ്ട്. ഒന്നുമല്ല, ഒന്ന് സ്വന്തം ശരീരത്തിന്റെ ഇച്ഛ അതിന് സമ്മതിച്ചില്ല, പിന്നെ പല കാരണങ്ങളെ കൊണ്ട് മാറിയിരുന്നു. അബ്ദുൽ മുത്തലിബ് ആ ഒരു കാലത്ത് അവിടെ ജീവിച്ചിട്ടും കാബയുടെ മുറ്റത്ത് പോയി അള്ളാഹുവിനോട് ദ്വാരക്കാന്നല്ലാതെ ഒരിക്കലും ഏതെങ്കിലും ഒരു സ്വനമിനെ തവസ്സിലാക്കിയിട്ടോ അല്ലെങ്കിൽ അതിനെ ഇടയാളനാക്കിയിട്ടോ മാർഗാക്കിയിട്ടോ ഒരു കാര്യം ചോദിച്ചിട്ടില്ല. അബ്രഹത്തും കൂട്ടരും വരുമ്പോൾ അബ്ദുൽ മുത്തലിബ് എന്താ ചെയ്തത്? നേരെ കാബന്റെ മുറ്റത്ത് പോയി, വിശുദ്ധമായ കാബന്റെ മുറ്റത്ത് പോയിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, അള്ളാഹുവേ, നിന്റെ കഴിവ്, നിന്റെ കുദറത്ത് അത് മറികടക്കാൻ ഇവിടെ ആർക്കും കഴിയില്ല, നിന്റെ നിയന്ത്രണം വിട്ടുകളിക്കാൻ ആർക്കും കഴിയില്ല, അതുകൊണ്ട് അവരെ നീ തടയണം. യാ റബ്ബി ലാ അർജൂ ലഹും സീവാക്കാന അബ്ദുൽ മുത്തലിബിന്റെ ഒരു വരി. പടച്ചോനെ, നിന്നല്ലാതെ മറ്റാരും എനിക്ക് പ്രതീക്ഷയില്ല, അതുകൊണ്ട് നീ അവരെ കാക്കണം, നീ അവരെ തടയണം. അതുകൊണ്ടല്ലേ വളരെ ധൈര്യസമേതം പറഞ്ഞത്, ഞങ്ങൾ കാബന്റെ അടുത്ത് കാബലിന് ഒരുപാട് റബ്ബുകളെ വെച്ചിട്ടുണ്ട് എന്നല്ല അബ്ദുൽ മുത്തലിബ് പറഞ്ഞത്. ഇന്നലിൽ ബൈത്തി റബ്ബൻ സയംനൗകാൻഹു. കാബന്റെ റബ്ബ് ഞാനല്ല, ഞാൻ ഈ ഒട്ടകത്തിന്റെ ആളാ. ഈ ഒട്ടകത്തിന്റെ നിങ്ങൾ പിടിച്ചോടുന്ന 200 ഒട്ടകം ഉണ്ടല്ലോ, അതിന്റെ ആളാ ഞാൻ. അതിന്റെ ഒട്ടകാണ്, അതിന്റെ കുടുംബത്തിനുള്ള ജീവിതമാർഗാണ്, അത് തരണം. കാബക്കൊരു റബ്ബുണ്ട്, സയംനൗകാൻഹു, നിന്നങ്ങോട്ട് അടുപ്പിക്കൂല, നിന്നെ തടയും. തീർച്ചപ്പെടുത്തി പറഞ്ഞില്ലേ? ആ കാബന്റെ ചുറ്റും അപ്പൊ എത്ര ആൾക്കാരെ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷെ അവരൊന്നിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപ്പാപ്പമാർക്ക് വിശ്വാസമല്ല. അവർ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ അതേ മില്ലത്തിലാണ് ജീവിച്ചു വളർന്നു വന്നത്. ആ സന്താന പരമ്പര മൊത്തം അതാണ്. അവിടെ ബാപ്പമാരും ഉമ്മമാരും പറ്റിയൊക്കെ പറയുമ്പോൾ അവരെ വിശുദ്ധിയാണ് കാര്യമായിട്ട് വിശുദ്ധ ഖുർആൻ നമ്മളെ വിശദീകരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തലമുറ തലമുറയായി മുതുകിൽ നിന്ന് മുതുകിലേക്ക് മാറി മറിഞ്ഞു വന്നത് വതഖല്ലുബക ഫിസ്സാജിദീൻ എന്നാണ് അല്ലാഹു പറഞ്ഞത് സൂറത്തു ശുആറയിൽ. വതഖല്ലുബക, അതിന്റെ ഒരു തഫ്സീർ അങ്ങനെ, തങ്ങൾ മാറി, വേറെ തഫ്സീർ ഉണ്ട് കേട്ടോ, മാറി മറിഞ്ഞു വന്നത് ഫിസ്സാജിദീൻ, മുവഹിദീങ്ങളിലായിട്ടാണ്, തൗഹീദിൽ വിശ്വസിക്കുന്ന ആൾക്കാരെ മുതുകിലായിട്ടാണ് തങ്ങൾ ഒരു സ്റ്റെപ്പ് അടുത്ത സ്റ്റെപ്പ് ഇങ്ങനെ മാറി വന്നത്. അതിന്റെ വിശദീകരണമാണ് ഹദീസിന്റെ ഒരു ഭാഷയായിട്ട് ഒരു ഭാഗമായിട്ട് മൗലിദിലുള്ളത്. ലം യസൽ യൻഖുലുനി മിനൽ അസ്ലാബിൽ കരീമത്തിൽ ഫാഖിറത്തി ഇലൽ റഹാമിസ് സക്കിയത്തി ത്വാഹിറ. അത് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ
ചില ഭാഗങ്ങളിൽ കൊടുത്തു കാണും. എന്ന് പറഞ്ഞാൽ വിശുദ്ധരായ മാതാക്കളിലൂടെയും പിതാക്കളിലൂടെയുമാണ് കടന്നു വന്നത്. അവിടെ മാറ്റില്ല. അപ്പൊ അവരെ അഹ്ലുൽ ഫത്രത്തിൽ പെടുത്തേണ്ടതില്ല. ഇനി അങ്ങനെ പെടുത്തി എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമില്ല, ഏതായാലും അദാബിന്റെ ആൾക്കാരല്ലല്ലോ. അപ്പോ ഖുർആൻ അല്ലാഹു തആല ഇറക്കി മുർസലീങ്ങൾ അയച്ചു എന്നുള്ളത് വലിയ അനുഗ്രഹമാണ്. ഈ അനുഗ്രഹം ചെയ്തു തന്നത് ഏതെങ്കിലും വ്യക്തികളല്ല, റബ്ബാണ് ചെയ്തു തന്നത്. ആ റബ്ബ് ആരാണ്? റബ്ബിസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ ഇൻ കുൻതും മുഖിനീൻ. ശരിക്ക് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നവരാണെങ്കിൽ, കുറ്റിയുറപ്പുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ പറയട്ടെ, ഇതൊക്കെ അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളാണ്, റബ്ബ് തആല നമുക്ക് തന്ന നിഅമത്തുകളാണ്, നമ്മളെ വകയായിട്ട് ഒന്നും ഉണ്ടായതല്ല എന്ന് ശരിക്കും അടിയുറച്ച് വിശ്വസിക്കണം. റബ്ബിസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ ഇൻ കുൻതും മുഖിനീൻ. നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നവരാണെങ്കിൽ എന്ന് പറഞ്ഞാലേ, ഇവിടെ ഉറപ്പിനെതിരെ ഒരു കാര്യം പറയുന്നുണ്ട്. എന്താന്നറിയാം? ഉറപ്പിനെതിരെന്താ? ഉറപ്പിന്റെ എതിരെന്താ? ഷെക്ക്. ഉറപ്പിന്റെ എതിരെന്താ? സംശയല്ലേ? അത് ഈമാനിൽ വരാൻ പാടില്ല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇപ്പുറത്ത് തൊട്ടിപ്പുറത്ത് പറയുന്നുണ്ട്, ഇന്ന് ബഹുഭൂരിഭാഗം ആളുകളും പിടിവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു രോഗമാണത്. റബ്ബ് തആലയെ ശരിക്കും മനസ്സിലാക്കണം, ശരിക്കും ചിന്തിക്കണം, ശരിക്കും പഠിക്കണം. അതിന് അല്ലാഹു തആലാന്റെ അസ്തിത്വത്തെ കുറിച്ചല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു തആല വെച്ച് നിൽക്കുന്ന അനുഗ്രഹങ്ങളുണ്ട്, സൃഷ്ടികളുണ്ട്. ആ അടയാളങ്ങളിൽ ചിന്തിച്ചിട്ടാണ് മനുഷ്യൻ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു തആലാന്റെ ദാത്തിനെ കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് കഴിവില്ല, പരിമിതമായ അറിവും ഇതല്ലുള്ളൂ. പക്ഷേ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മഖ്ലൂഖാത്തിനെ അല്ലാഹു വെച്ചിട്ടുണ്ട്. ആ മഖ്ലൂഖാത്തിൽ ഓരോന്നിലും അള്ളാഹുവിനെ തിരിച്ചറിയാനുള്ള എമ്പാടും അടയാളങ്ങൾ വെച്ചിട്ടുണ്ട്. ഒന്നൊന്നല്ല, ഓരോന്നിലും. അതിൽപ്പെട്ട ഒന്നാണ് ഇമാം ബൈലാവി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ഏത് സൃഷ്ടിയും മുറക്കബാണ്. ഒറ്റ ഒന്നായിട്ട് മറ്റൊന്നിനോട് ചേരാതെ, ഒന്നിന്റെ സഹായത്തിനാൽ ഒരുമിച്ച് കൂടാതെ ഒരു സൃഷ്ടിയുമില്ല ലോകത്ത്. നിങ്ങളൊന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഭാഗം കൊണ്ട് മാത്രം കത്തോ? ലൈറ്റ് കത്തോ? വൈദ്യുതിക്കൂല്ല രണ്ടെണ്ണം അല്ലേ? വെള്ളത്തിനും ഇല്ല രണ്ടെണ്ണം, വായുവിനും ഇല്ല രണ്ടെണ്ണം, എല്ലാത്തിനും ഉണ്ട്. ഒരു പുക പോകണമെങ്കിൽ അവിടെ രണ്ട് മാർഗം വേണ്ടേ? നമ്മൾ ഓരോന്നിനും പറയില്ലേ, നെഗറ്റീവും പോസിറ്റീവും എന്നുള്ള കണക്ക് പറയില്ലേ? അങ്ങനെ തുടങ്ങി എല്ലാ ചരാചരങ്ങളും എടുത്തു നോക്കി, ഒന്ന് മാത്രമുള്ള ഒരൊറ്റൊന്നുമില്ല. ഞാൻ ഒരു തെളിവാ പറഞ്ഞു. ഒന്നാണ് ഇമാം ബൈലാവി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്, മഖ്ലൂഖാത്തിനെ പറ്റി എങ്ങനെ മനുഷ്യൻ പഠിക്കണം, ചിന്തിക്കണം. എല്ലാത്തിലും വഫീ കുല്ലി ശൈഇൻ ലഹു ആയത്തുൻ തദുല്ലു അലാ അന്നഹുൽ വാഹിദ്. എല്ലാ സൃഷ്ടിജാലങ്ങളിലും അല്ലാഹു തആല വെച്ചിട്ടുണ്ട് അല്ലാഹു ഏകനാണ് എന്നതിന്റെ തെളിവ്. എന്താണ് ആ തെളിവ് എന്നറിയുമോ? അതാണ് തൊട്ടടുത്ത അടുത്ത ആയത്തിൽ പറഞ്ഞു നോക്കി, ലാ ഇലാഹ ഇല്ലാ ഹുവ യുഹ്യീ വയുമീത്. ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ആരാധ്യനില്ല. ആരാധ്യൻ എന്ന് പറയണമെങ്കിൽ ആര് മാത്രമേ ഉള്ളൂ? അള്ളാഹു മാത്രമേ ഉള്ളൂ. ആ അള്ളാഹു ആരാധ്യനാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് റബ്ബുസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ. ആകാശഭൂമികളും അതിലെ സർവസ്വത്തിന്റെയും നിയന്ത്രണം അള്ളാഹുവിന്റെ പക്കൽ മാത്രമാണ്. വേറെ ആർക്കും അതിന്റെ നിയന്ത്രണമല്ല. ആര് നിശ്ചയിച്ചാലും നിശ്ചയിച്ച കാര്യങ്ങൾ യഥാവിധി നടക്കുന്നുമില്ല. നമ്മൾ കരുതിയതുപോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ? ഉണ്ടോ? ഏതെങ്കിലും ഒന്നൊക്കെ നൊത്തുന്ന് വരും, ബാക്കിയൊക്കെ പുറത്തല്ലേ? പുറത്താണ്. എന്തെല്ലാം ഇന്നലെ നിശ്ചയിച്ചിരുന്നു, തീരുമാനിച്ചിരുന്നു, ഏതെല്ലാം നടന്നു. അതെന്തിനാ അങ്ങനെ വെച്ചത്? അല്ലാഹു തആല വെച്ചത് നമുക്ക് മനസ്സിലാക്കി തരാനാ. നിങ്ങളെ കയ്യിലല്ല നിയന്ത്രണം. നിയന്ത്രണം അള്ളാഹുവിന്റെ പക്കൽ. നമ്മൾ എന്ത് തീരുമാനിച്ചാലും അങ്ങനെ. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് യുഹ്യീ വ യുമീത്. ഈ ചരാചരങ്ങൾക്കൊക്കെ അല്ലാഹു തആല ഇഹ്യാഉം ഹയാത്തും മൗത്തും അല്ലാഹു നൽകുന്നു. അതിൽ ജീവൻ മരണം രണ്ടും നൽകുന്നു അല്ലേ? എല്ലാ ചരാചരങ്ങൾക്കും ഹയാത്തും മൗത്തും ഇല്ലേ? ഇല്ലേ സഹോദരങ്ങളെ? ഉണ്ട്, എല്ലാത്തിനും ഉണ്ട്. സൂര്യനും ചന്ദ്രനും അതിനുമില്ലേ മൗത്തും ഹയാത്തും? ഉണ്ട്. എന്തിനല്ലാത്ത? ഭൂമിക്ക്, ആകാശത്തിന്, എല്ലാത്തിനും ഉണ്ട്.
മൗത്തും ഹയാത്തും ഇല്ലാതെ ആ ഒരു രണ്ട് അവസ്ഥയിലേക്ക് എത്താത്ത ഒരുവൻ ആര് മാത്രമേ ഉള്ളൂ? അള്ളാഹു മാത്രമേ ഉള്ളൂ. അള്ളാഹു തആലാക്ക് ഒരു പ്രത്യേകമായിട്ട് അള്ളാഹു തആല ഹയ്യ് എന്ന് പറഞ്ഞാൽ നേരത്തെ അള്ളാഹു തആല ഹയാത്ത് എന്നൊരു സിഫത്തിൽ മാത്രമാണ് അള്ളാഹു തആലാക്കുള്ളത്. ഒന്ന് മാത്രം, അതാണ് വഹദാനിയത്ത്. ഇപ്പുറത്തെ ഹയ്യ് എന്നുള്ളതിന്റെ ഇപ്പുറത്തെ ഏതാണുള്ളത്? മയ്യിത്ത് ഉണ്ടോ? ഇല്ല. എന്നാ ബാക്കി എല്ലാ സൃഷ്ടികളും എടുത്തു നോക്കി, മലായികത്തിലുണ്ട്. മലായികത്തൊക്കെ മരിക്കും, എല്ലാരും മരിക്കും. ആരാ മരിക്കാത്തവര്? അള്ളാഹു മാത്രം. ലാ ഇലാഹ ഇല്ലാഹു. അപ്പൊ മരണം എന്ന് പറയുമ്പോ, മൗത്ത് എന്ന് പറയുമ്പോ തന്നെ മനസ്സിലായി അതിന് മുമ്പ് എന്ത് പറഞ്ഞിട്ടുണ്ട്? ഹയാത്തുണ്ട്. ഒന്നിന് മരണമുണ്ട് എന്ന് തീരുമാനിക്കുമ്പോ, ഇപ്പൊ ഈ സൂര്യനും ചന്ദ്രനും അതിനൊക്കെ ഒരു മൗത്തുണ്ടോ? മൗത്തുണ്ട്. ലാസ്റ്റ് അള്ളാഹു സുബ്ഹാനഹു വ തആല മരണം എന്ന് പറഞ്ഞ ഒരു സംഗതിയെ അള്ളാഹു ബലി കഴിക്കുന്നത് എവിടെ? ആഖിറത്തിലാണ്. മരണത്തെ അവസാനം അള്ളാഹു തആല നിർത്തിവെക്കുന്ന ഒരു സ്വഭാവം. ഇനി സുമ്മ ലാ യമൂതു ഫീഹാ വലാ യഹ്യ എന്ന് നമ്മൾ ഓതാറില്ലേ? എന്താ അതിന്റെ അർത്ഥം? സുമ്മ ലാ യമൂതു ഫീഹാ, ഇനി ഈ നരകത്തിൽ ഒരു എന്നേക്കുമായുള്ള ഒരു മൗത്ത് അതില്ല. വലാ യഹ്യ, ഒരു സ്വസ്ഥമായ ജീവിതവും ഇല്ല. നരകത്തെ പറ്റിയാണ് പറഞ്ഞത്. സുമ്മ ലാ യമൂതു ഫീഹാ വലാ യഹ്യ എന്ന് പറഞ്ഞാൽ മരണത്തെ അള്ളാഹു തആല അവിടെ രൂപപ്പെടുത്തി കൊണ്ടുവന്ന് മരണത്തെ ബലി കഴിക്കുകയാണ്. എന്നിട്ട് അള്ളാഹു പറയും, ഓ സ്വർഗക്കാരെ, നിങ്ങൾ ഇനി കാലാകാലം സ്വർഗത്തിൽ, നരകക്കാരെ കാലാകാലം നരകത്തിൽ. നിങ്ങൾക്ക് ഒരു മരണവും ഇനി ശരിക്ക് വരാനില്ല, ഒരു സ്വച്ഛന്തമായ ജീവിതം നരകക്കാർക്കും വരാനില്ല. കണ്ടുകൂട്ടി. അത് ഒന്നാമത്തെ ആ തട്ടിങ്ങോട്ട് മുവഹിദീങ്ങൾ ആശികൾ അവിടുന്ന് ഇങ്ങോട്ട് കാലി അതിന്റെ ശേഷമാണ് ഈ ഒരു വർത്താനം. മരിക്കാൻ എല്ലാവരും മരിക്കും. മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. മരിക്കാതെ ആരെങ്കിലും ബാക്കിയാണെങ്കിൽ മലക്കുകളും നല്ലത് ബാക്കിയാകേണ്ടത്. ലക്കാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദ. അതാരാ? അത് ഈമാനുള്ള ദോഷികൾ മാത്രമാണ്. ഒന്നാമത്തെ തട്ട് മാത്രം. ഒന്നാമത്തെ തട്ടില് മുവഹിദീങ്ങളായ ദോഷികളാണ്. അത് എളുപ്പാന്ന് കരുതിട്ട് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ചെറിയൊരു കൊതുകിന്റെ കടി കൊള്ളാൻ കഴിയാത്ത ആഫിയത്തില്ലാത്ത നമ്മളാ. ഒരു ജലദോഷവും പനിയും വരുമ്പോ നമ്മളെ അവസ്ഥ അറിയില്ലേ? അപ്പോഴാണ് നമ്മളെല്ലാരും ആയത്തുന്നത് ഖുലിഖൽ ഇൻസാനു ദഈഫാൻ. നമ്മളെ നിയന്ത്രിക്കാൻ കഴിയാത്തൊരവസ്ഥ വരുമ്പോഴല്ലേ നമുക്ക് നമ്മളെ കേടറിയുന്നത്. സഹോദരങ്ങളെ, ഒരു ചെറിയ ഒരു ചാറ്റിൽ പനി അല്ലെങ്കിൽ ഒരു ജലദോഷം, ഒരു കൊര വരുമ്പോഴേക്ക് നമ്മുടെ അവസ്ഥ പോയി. പിന്നെ നമുക്കുണ്ടോ അതൊക്കെ സഹിക്കാൻ കഴിയുന്നത്? അപ്പൊ ഒന്നാമത്തെ തട്ട് അത് ദോഷികളായ മുവഹിദീങ്ങൾക്കുള്ളതാണ്. ഷഫാഅത്ത് കൊണ്ട് ലാസ്റ്റ് അല്ലാഹു തആലാന്റെ റഹ്മത്ത് കൊണ്ട് അതങ്ങോട്ട് കാലിയാവും. ബാക്കിയില്ലേ 6 അത് അവിടെ തന്നെ ഉണ്ടാവും. എന്താ നമ്മൾ ചിന്തിക്കണേ? 6 കൂടി ഒന്നുകൂടി കിടാക്കണമെന്നല്ലേ? അല്ലാ, അവര് ചെയ്ത് വെച്ച തിട്ടൂരങ്ങൾ കേട്ടാൽ എങ്ങനെ അങ്ങോട്ടാക്ക? അതാ അല്ലാഹു തആലാന്റെ നിശ്ചയം. ജഹന്നം കാലിയാകുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഒന്നാമത്തെ തട്ടിനെ പറ്റിയാണ്. തട്ടുകൾ ഇങ്ങനെ എണ്ണുമ്പോ അങ്ങനെ എണ്ണും. ഒന്നാമത്തെ തട്ട് ജഹന്നം എന്നുള്ളത്. ബാക്കിയൊക്കെ കുറെ തട്ടുകളുണ്ടല്ലോ, സഖർ, ലള, അങ്ങനെ ബാക്കിയൊക്കെ അങ്ങനെ ഉണ്ടാവും. അപ്പൊ ഈ ഹയാത്തും മൗത്തും എന്നത് അല്ലാഹു തആല സൃഷ്ടിജാലങ്ങളിൽ നൽകിയെങ്കിൽ അത് ഏറ്റവും വലിയ തെളിവാണ്. അങ്ങനത്തെ ഒരു 2 അവസ്ഥയില്ലാത്തവൻ ആര് മാത്രമേ ഉള്ളൂ? അല്ലാഹു തആല എന്നും ഹയ്യാണ്. അല്ലാഹുവിന് 2 അവസ്ഥയല്ല, ഒന്നേ ഉള്ളൂ. മറ്റേത് മുസ്തഹീലാണ്. മയ്യിത്ത് എന്നുള്ള മൗത്ത് എന്നുള്ള അവസ്ഥ സിഫത്ത് അല്ലാഹുവിലേക്ക് ചേർക്കാൻ പറ്റൂല. അത് സംഭവിക്കാൻ പാടില്ലാത്ത. ബാക്കി എല്ലാം അസ്തമിക്കും. അതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം സൂര്യനെ ആരാധിക്കുന്ന ആൾക്കാരെയും ചന്ദ്രനെ ആരാധിക്കുന്ന ആൾക്കാരെയും നക്ഷത്രങ്ങളെ ആരാധിക്കുന്ന ആൾക്കാരെ ഇങ്ങനെ വിളിച്ചു കൂട്ടിയിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, ഫലമ്മാ ജന്ന അലൈഹിൽ ലൈലു റആ കൗകബ. രാത്രിയിൽ മുറ്റിയപ്പോ നല്ല പ്രകാശിക്കുന്ന നക്ഷത്രം കണ്ടപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, ഹാദാ റബ്ബി. എന്നാ ഇതിനാക്കാം നമുക്ക് എന്ത് റബ്ബായിട്ട്, ഇതെന്റെ റബ്ബാണ് എന്ന് പറഞ്ഞു.
അത് അസ്തമിച്ചപ്പോ അസ്തമിക്കുന്നത് അത് റബ്ബാൻ പറ്റൂല, കാരണം അപ്പൊ അതിന് നിയന്ത്രണമല്ലല്ലോ, അത് പോയില്ലേ. അത് കുറച്ച് കഴിഞ്ഞപ്പോ അസ്തമിച്ചില്ലേ, നമ്മൾ നോക്കിയിരിക്കാൻ കഴിവില്ലാത്തോണ്ടല്ലേ അത് അസ്തമിച്ചത്. കുറച്ചുകൂടി കഴിഞ്ഞപ്പോ ഖമർ ഇങ്ങനെ ഉദിച്ചു വന്നപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, ഹാദാ റബ്ബി, എന്നാ ഞാൻ അടുത്ത് ഇത് നോക്കുക, ഇത് മറ്റേനേക്കാളും കുറച്ചുകൂടി വലുപ്പമുണ്ട്, വെളിച്ചമുണ്ട്, നല്ല പ്രകാശമുണ്ട്, ഒക്കെ ഉണ്ടല്ലോ. അതും അസ്തമിച്ചപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, ഇതും ശരിയാകൂല. ഇതും അസ്തമിച്ചല്ലോ, അസ്തമിക്കുന്നതിനേന്നും റബ്ബായി കൂട്ടാൻ പറ്റൂല. അത് ശരിക്കും ഇങ്ങനെ ഫുൾ ടൈം നോക്കണ്ടേ. ഇത് കുറച്ചുകൂടി വലിപ്പം കൂടുതലുണ്ട്, ഇത് റബ്ബാക്കി വെക്കാം. ഷംസ് ഇങ്ങനെ ഉദിച്ചു വന്നപ്പോ അതും അസ്തമിച്ചപ്പോ അവരോട് പറഞ്ഞു, ഏയ് ഇതൊന്നും റബ്ബാക്കാൻ പറ്റൂല, റബ്ബായി തീരുമാനിക്കാൻ പറ്റിയതൊന്നല്ല. അതുകൊണ്ട് ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർള ഹനീഫൻ വമാ അന മിനൽ മുശ്രിക്കീൻ. നിങ്ങളാ നിശ്ചയിക്കും പോലെ എല്ലാ കാര്യം, കാരണം അതൊക്കെ അസ്തമിച്ചു പോയി. അസ്തമിച്ചതിനെ പിന്നെ നമ്മളെ നിയന്ത്രിക്കാൻ എവിടെ? ഒരു മേൽനോട്ടം നോക്കുന്ന ആളുണ്ടാവുമ്പോഴല്ലേ സാധാരണ ആൾക്കാർ പറയില്ലേ, ഇവിടെ പണിക്കാരുണ്ട്, ഒന്ന് വേഗം പോകേണ്ടിയുണ്ട്. പണിക്കാർ പണിയെടുത്തില്ലേ? അല്ല, പണിക്കാരെടുക്കും, എന്നാൽ നമ്മളും കൂടി ഒന്ന് പോയാൽ ജാഗ്രത ഉണ്ടാവും. നിങ്ങൾ പോയില്ലെങ്കിലോ ഓർക്ക് റെസ്റ്റ് എടുക്കാൻ നല്ല സൗകര്യമായിരിക്കും. പണിയെടുക്കും, റെസ്റ്റ് എടുക്കും. അപ്പൊ നമ്മൾ പോയാലോ, നമ്മൾ പോയാൽ പിന്നെ തൃപ്തിവ് അനുസരിച്ച് അങ്ങനെ പൂർത്തിയാക്കുമ്പോ അവർക്കും റാഹത്താണ്, നമുക്കും റാഹത്താണ്, രണ്ടു കൂട്ടർക്കും റാഹത്താണ്. പണി നടക്കണ്ടാവോ, പണിയൊക്കെ ഏകദേശം അന്ന് ഒരു 4-5 മണിക്കൂർ പണിയെടുത്തായി. മറ്റേ നിങ്ങളവിടെ എത്തിയിട്ട് അന്ന് ഫുള്ള് ലീവാണെങ്കിൽ ഒരു പക്ഷെ 2 മണിക്കൂറും ആകാതെ ബാക്കി 3 മണിക്കൂർ റെസ്റ്റും ആകാം, നോക്കാനാളില്ലാത്തതുകൊണ്ട്. എന്നാ അപ്പൊ ഇതൊക്കെ അസ്തമിച്ചു പോയാൽ പിന്നെ ആരാ നോക്കാന്ന് ഇവരോട് വെച്ചുക്കുമ്പോ ഇവർക്ക് മറുപടി ഇല്ല. ഈ നക്ഷത്രങ്ങളെ, ഈ സൂര്യനെ, ഈ ചന്ദ്രനെ ആരാധിക്കുന്ന ആൾക്കാരോട് പറയണം, നിങ്ങളെ റബ്ബോടെ പോയി, അസ്തമിച്ചു പോയി, വേറെ മറുപടി വരാല്ലോ, അസ്തമിച്ചു പോയി. അത് റബ്ബ് അസ്തമിച്ചു പോയോ? ഇപ്പൊ നോക്കാൻ ആളില്ല, ഇപ്പൊ നോക്കണ്ടേ, അയാള് നോക്കണ്, പോയില്ലേ, അസ്തമിച്ചു പോയില്ലേ. ഇനിയിപ്പോ നാളെ പിറ്റേന്ന് വന്നിട്ട് വേണ്ട. അപ്പൊ ഈ അസ്തമിച്ച സമയത്തൊക്കെ എന്തു ആകാലോ. എന്നാ റബ്ബ് സുബ്ഹാനഹു വ തആല അങ്ങനല്ലല്ലോ. റബ്ബ് തആലാക്ക് നിരീക്ഷണത്തിന് ഒരു കുറവോ ഏതെങ്കിലും ഒരു സമയത്ത് അതിന് ലീവോ ഇല്ല. ലാ തഖുദുഹു സിനത്തുൻ വലാ നൗം. സദാസമയത്തും അല്ലാഹുവിന്റെ നിരീക്ഷണമുണ്ട്. അപ്പൊ ലാ ഇലാഹ ഇല്ലാ ഹുവ യുഹ്യി വ യുമീത്, എല്ലാവർക്കും ഹയാത്ത് നൽകുന്നതും മൗത്ത് നൽകുന്നതും അവനാണ്. അവനാണെങ്കിലോ ആ ഒരു രണ്ടവസ്ഥ ഇല്ല, ഒറ്റ അവസ്ഥ മാത്രമേ ഉള്ളൂ. ലാ ഇലാഹ ഇല്ലാ ഹുവ യുഹ്യി വ യുമീത് റബ്ബുക്കും വ റബ്ബു ആബാഇക്കുമുൽ അവ്വലീൻ. അല്ലാഹു തആലയാണ് ഹയാത്ത് നൽകുന്നത്, മൗത്ത് നൽകുന്നത് അല്ലാഹുവിന്റെ ഖുദ്റത്ത് കൊണ്ട്. ഞമ്മക്കാർക്കും മറ്റൊരാൾക്ക് ഇങ്ങനെ ഒരു ഹയാത്ത് ഇങ്ങനെ കൊടുക്കാൻ അല്ലാഹു തആല തരും പോലെ കൊടുക്കാൻ കഴിയൂല എന്നുള്ളതുകൊണ്ടല്ലേ പത്രത്തിൽ എന്നും ഒരു വരി ആവർത്തിച്ചു വരും. നിങ്ങൾ വായിച്ചില്ല? ഒരു വരി എന്നും ആവർത്തിച്ചു വരും. എന്താണെന്നറിയോ? ചരമകൾ എടുത്തുകൊണ്ട് ജീവൻ രക്ഷിക്കാൻ ആയില്ല അല്ലേ? ചരമകുളം വായിക്കണോ? അത് വായിക്കുമ്പോൾ ആക്സിഡന്റ് പറ്റി പെട്ടെന്ന് തന്നെ എന്തായി, അങ്ങനെ കൊണ്ടുപോയി, പക്ഷെ അവിടെ എത്തുമ്പോഴേക്ക് ജീവൻ രക്ഷിക്കാനായില്ല. ആരാ ജീവൻ രക്ഷിക്കുന്നത്? ജീവൻ നൽകുന്നതാരാ? മൗത്ത് നൽകുന്നതാരാ? അവൻക്ക് രക്ഷിക്കാൻ കഴിയുള്ളൂ, അല്ലാതെ ആർക്കും രക്ഷിക്കാൻ കഴിയില്ല. എത്ര ഉപകരണങ്ങളുണ്ടെങ്കിൽ രക്ഷിക്കാൻ കഴിയൂല. വർഷങ്ങളോളം ചില ആളുകളൊക്കെ ഒരു പക്ഷേ വെന്റിലേറ്റർ ഘടിപ്പിച്ച് ഇങ്ങനെ വെച്ചെന്ന് വെക്കാം. പക്ഷേ ഒരു ടൈം കഴിയുമ്പോൾ അവർക്ക് തന്നെ തോന്നും ഇത് സംഗതി അപകടകരമാണ്, അപ്പൊ അതൊക്കെ നീക്കുക നല്ലത്, അല്ലെങ്കിൽ കാര്യം വഷളാകുന്നു. പിന്നെ ആള് അങ്ങോട്ട് നീങ്ങി, അല്ലെങ്കിൽ കാലം ചെയ്തു, അല്ലെങ്കിൽ കോലം ചെയ്തു എന്നൊക്കെ പറഞ്ഞ പതുക്കെ നീക്കും. അങ്ങനെയാണ്. ഹയാത്തും മൗത്തും അള്ളാഹുവാണ് നൽകുന്നത്, അള്ളാഹുവിന്റെ പരമാധികാരമാണ്. ആർക്കാണ് അള്ളാഹു തആല അത് വിട്ടുകൊടുത്തത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് വെല്ലുവിളിച്ച രാജാവിനെയും ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവസാനം തോൽപ്പിച്ചതും ഈ ഒരു വിഷയം വെച്ചിട്ടാണ്. നിങ്ങളെ റബ്ബാരാന്ന് വെച്ചു. റബ്ബി അല്ലദീ യുഹ്യീ വ യുമീത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, എന്റെ റബ്ബ് ഹയാത്ത് നൽകുന്നവനും മൗത്ത് നൽകുന്നവനാണ്. ഇപ്പൊ രാജാവ് പറഞ്ഞു, ഇപ്പൊ ഞാനും നൽകലുണ്ട് എന്ന് പറഞ്ഞു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട 2 ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ഇയാളെ കൊല്ലണ്ട, അയാളെ കൊന്നാളിന്ന് പറഞ്ഞു. അപ്പൊ അയാൾക്ക് ഞാൻ മൗത്ത് നൽകി, ഇയാൾക്ക് ഞാൻ ഹയാത്ത് നൽകി എന്ന് പറഞ്ഞു. ഇതാണോ ഹയാത്ത്? അല്ല.
ഹയാത്ത് എന്ന് പറഞ്ഞാൽ ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടികർമ്മം നടത്തിക്കൊണ്ടുവരണം, ആദമിൽ നിന്ന് വജൂദിലേക്ക് കൊണ്ടുവരണം. അതാണ് ഹയാത്ത്. രാജാവ് അങ്ങനെ പറഞ്ഞപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, ഓ അങ്ങനെയാണോ നീ പറയണത്? എന്നാ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. എന്റെ റബ്ബിന് വലിയ കഴിവുണ്ട്. ആ റബ്ബ് തആലയാണ് മശ്രിഖിൽ നിന്ന് മഗ്രിബിലേക്ക് സൂര്യൻ നടത്തുന്നത്. അതുകൊണ്ട് നീ നാളെ ഒരു കാര്യം ചെയ്യണം. ഫഅതി ബിഹാ മിനൽ മശ്രിഖ്, നാളെ മുതൽ മശ്രിഖിൽ നിന്ന് മഗ്രിബിലേക്ക് നീ കൊണ്ടുവരണം. എല്ലാവർക്കും ആണല്ലോ. ആ മഗ്രിബിൽ നിന്ന് മശ്രിഖിലേക്ക് കൊണ്ടുവരണം. അല്ലാഹു തആല മശ്രിഖിൽ നിന്ന് മഗ്രിബിലേക്ക് സൂര്യനെ കൊണ്ടുപോകും. എന്നാ നാളെ പിറ്റേന്ന് നീ മഗ്രിബിൽ നിന്ന് ഇങ്ങോട്ട് ഉദിപ്പിക്കണം. ഫബുഹിത്തല്ലദീ കഫർ, അപ്പോഴാണ് അയാൾ പരാജയപ്പെട്ടത്. കാരണം പിന്നെ അവിടെ മറുപടി വേറെ പറയാനല്ലോ. ഇത് എളുപ്പമാണ്. അയാൾക്ക് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട രണ്ടാളെ കൊണ്ടുവന്ന അയാൾക്ക് ഞാൻ വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തു, മറ്റേ ആളെ കൊന്നും ചെയ്തു. അപ്പൊ അയാൾക്ക് ഞാൻ മൗത്ത് നൽകി, അയാൾക്ക് ഹയാത്തും നൽകി. ആളുകളെ കണ്ണിൽ പൊടിയിടാൻ അത്ര മതിയല്ലോ. പക്ഷെ മറ്റേ നടക്കണല്ലോ, എല്ലാവർക്കും കാണുമല്ലോ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മക്കക്കാര് വലിയ കഴിവായിട്ട് വലിയ വിഷയമായിട്ട് ചോദിച്ചൊരു വിഷയമാണ്. തങ്ങൾക്ക് അതിനേക്കാളും വലിയ മുഅ്ജിസത്താണ് അള്ളാഹു നൽകിയ ഖുർആൻ. ഖുർആനാണല്ലോ ഏറ്റവും വലിയ മുഅ്ജിസത്ത്. അവർ ചോദിച്ച ചോദ്യങ്ങളൊക്കെ ചെറുതാണ്. ആ കൂട്ടത്തിലൊന്നാണല്ലോ അവർ ചോദിച്ചത്, ചന്ദ്രനെ പിളർപ്പായി കാണിച്ചേരണം. പിളർപ്പായി കാണിച്ചെന്നല്ല, അവർ നിശ്ചയിക്കുന്ന ദിശയിലേക്ക് നിൽക്കണം, രണ്ട് പാർട്ടായി നിൽക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശപ്രകാരം രണ്ട് പാർട്ടായി കൊടുത്തു. വേറെയും ഒരുപാട് ആവശ്യങ്ങൾ അവർ നടത്തിയിരുന്നു. അല്ലാഹു തആല പറഞ്ഞു, ആ ആവശ്യങ്ങളൊക്കെ സാധിച്ചു തരാം, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണെന്നറിയോ? ഈ ആവശ്യങ്ങളൊക്കെ ഞാൻ നടത്തി തന്നിട്ട് തങ്ങൾക്ക് നല്ല അലങ്കാരമുള്ള പ്രൗഢിയുള്ള വീട് വേണം, തങ്ങൾ മുകളിലേക്ക് ഒരു കോണി വെച്ച് രേണി വെച്ച് കയറണം, എന്നിട്ട് തങ്ങൾ അവിടുന്ന് ഒരു മലക്കിനെയും കൂട്ടി ഇങ്ങോട്ട് താഴെ വരണം. ആ മലക്ക് ഞങ്ങളോട് സംസാരിക്കണം, ഇത് റസൂലാണ്, ഞങ്ങൾ എല്ലാവരും വിശ്വസിച്ചാടി എന്നൊക്കെ പറയണം. അല്ലെങ്കിൽ അള്ളാഹനെ അങ്ങോട്ട് കൊണ്ടുവരും ഡയറക്റ്റ് ആയിട്ട്, ഞങ്ങളൊന്നും ഇങ്ങനെ മുഖാമുഖമായിട്ട് സംസാരിക്കട്ടെ. ഇങ്ങനെ തുടങ്ങി. ഇനി ഇതൊന്നും കൈയിടുന്ന ഈ ആകാശം കഷ്ണം കഷ്ണാക്കി ഞങ്ങളെ മേലേക്ക് ഇടിച്ച് താഴ്ത്തി വിടണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബിയെ തങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഇതൊക്കെ തരാം, പക്ഷെ നമ്മളൊരു തീരുമാനമുണ്ട്. ഇതൊക്കെ തന്നിട്ട് നേർക്ക് നേരെ വെളിവാക്കി തന്നിട്ട് വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അർഹമായ ശിക്ഷ കൊടുക്കും. അർഹമായ ശിക്ഷ കൊടുക്കും. അപ്പൊ പിന്നെ ആ ചോദ്യകർത്താക്കളുടെ ഒരൊറ്റ കുട്ടി പോലെ പരമ്പര ഒന്നും ഇവിടെ എന്നോട് ബാക്കി ഉണ്ടാകൂല. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, അത് വേണ്ടല്ല. കാരണം ഇവര് വിശ്വസിച്ചിട്ടില്ലെങ്കിലും ഇവരെ പരമ്പരയിൽ വരുന്ന ആൾക്കാരെങ്കിലും ചിന്തിച്ച് മനസ്സിലാക്കാൻ ഇവരിവിടെ ഉണ്ടെങ്കിലല്ലേ പരമ്പര ഉണ്ടാവുള്ളൂ. ഇവരൊന്നായിട്ട് പോയാൽ പിന്നെ പരമ്പര ഉണ്ടാവും. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ റഹ്ഫത്ത് കൊണ്ട് റഹ്മത്ത് കൊണ്ട് പറഞ്ഞു, അത് വേണ്ട. അല്ലാഹു തആല തീരുമാനം എങ്ങനെയാണ്? അതുകൊണ്ടല്ലേ ഭക്ഷണം ഇറക്കിത്തരാം, ഭക്ഷണം നിങ്ങൾ ചോദിക്കും പോലെ ഭക്ഷണം ഇറക്കിത്തരാന്ന് പറഞ്ഞു. ആവശ്യപ്പെട്ടില്ല ബനി ഇസ്രായേൽക്കാർ, ഞങ്ങൾക്ക് ഭക്ഷണം വേണം. മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് ആവശ്യപ്പെട്ടു, ഈസാ നബി അലൈഹി ഇസ്ലാമിനോട് ആവശ്യപ്പെട്ടു, ഭക്ഷണമൊക്കെ ഇറക്കിത്തരാം. ഇതായിരുന്നു റബ്ബന അൻസിൽ അലൈനാ മാഇദത്തം മിനസ് സമാ, അത് നല്ലൊരു ഭക്ഷണം ഞങ്ങൾക്ക് നീ ഇറക്കിത്തരാൻ. ഒരു സുപ്ര എങ്ങനെയാണ് വരികയാണ്, നിറയെ സമൃദ്ധമായതിനെ മായിദ എന്ന് പറഞ്ഞാൽ അതിലൊക്കെ ഉണ്ട്. അത് സുപ്ര വിരിച്ചിട്ട് പാത്രം പിന്നെ കൊണ്ടൊക്കെ എന്നല്ല, ഒക്കെ നിറഞ്ഞിനാ മായിദ എന്ന് പറയാം. വിഭവ സമൃദ്ധമായതിനാണ് മായിദ എന്ന് പറയുക. ഒക്കെ ഉണ്ട് അതിൽ കുടിക്കാനും ഭക്ഷിക്കാനൊക്കെ ഉള്ളത്. പക്ഷെ ഇതൊക്കെ തരും. ഒരു കാര്യം പറഞ്ഞുതരാം, ഇതൊക്കെ തന്ന് വിശ്വസിച്ചിട്ടില്ലെങ്കിൽ ഫഇന്നി ഉഅദ്ദിബുഹു അദാബൻ ലാ യുഅദ്ദിബുഹു അഹദൻ മിനൽ ആലമീൻ, കടുപ്പുള്ള ശിക്ഷ തരും. ഈ ഡിമാൻഡ് അംഗീകരിച്ച് നേരെ ഈമാനോട് നടക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെട്ടനുസരിച്ചല്ലേ തരുന്നത്, ശിക്ഷിക്കും. തുല്യതയില്ലാത്ത ശിക്ഷ തരും. അതുകൊണ്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, അല്ലാഹുവേ അത് വേണ്ട. അതുകൊണ്ടാണ് മുമ്പ് ത്വായിഫിന്റെ തെരുവീതിയിൽ വെച്ച് തങ്ങളെ കല്ലെറിഞ്ഞ് ആ പുണ്യപാദത്തിൽ നിന്ന് രക്തം ഇങ്ങനെ ചീറ്റി ഒഴുകിയപ്പോഴും അല്ലാഹു തആല ജിബ്രീൽ അലൈഹി സ്വലാമിന്റെ കൂടെ അയച്ചത് രണ്ട് മലകൾക്ക് അധികാരമുള്ള മലക്കുകളെയാണ്. ആ മലക്ക് രണ്ട് ഭാഗത്തുനിന്ന് ഒന്നിങ്ങനെ പൊക്കിയെടുത്തിട്ട് മൂടിയാ പിന്നെ ത്വായിഫ് എന്ന സംഗതി ഇല്ല. ത്വായിഫ് ചരിത്രത്തിൽ പിന്നല്ല, ത്വായിഫ് ഒറ്റ കുട്ടിയില്ല. ഒറ്റ വാക്ക് തങ്ങൾ പറഞ്ഞാൽ മതി, ഒരു സമ്മതം. അത് വേണ്ടല്ല. ഇവര് വിശ്വസിച്ചിട്ടില്ലെങ്കിലും ഇവരെ പരമ്പരയിൽ നിന്ന് നിന്നെ വിശ്വസിക്കുന്ന ആൾക്കാർ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇവരെ മൊത്തം അങ്ങോട്ട് കൊണ്ടായാൽ പിന്നെ പരമ്പര ഉണ്ടാവൂലല്ലോ, അതുകൊണ്ട് വേണ്ട.
നോക്ക് നിങ്ങൾ, അതന്നെയാണ് വാസ്തവം ഉണ്ടായത്. തങ്ങളെ അന്ന് ശക്തമായി എതിർത്ത് ഭ്രാന്തന്മാരെ കൊണ്ട്, തക്ലീഫില്ലാത്ത കുട്ടികളെ കൊണ്ട് കല്ലെറിയിപ്പിച്ച ഉത്ബയും ഷൈബയും അവര് ബദറിൽ പോയി. അവരുടെ സന്താന പരമ്പരയിൽ നിന്ന് കുറെ ആളുകൾ വിശുദ്ധ ദീനിലേക്ക് കടന്നു വന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗ്രഹമാണ്, തങ്ങളുടെ റഫത്താണ്, റഹ്മത്താണ്. തങ്ങൾ ഒറ്റ സമ്മതം പറഞ്ഞാൽ മതി, യാതൊരു താമസവും ഉണ്ടാകൂല. അപ്പൊ റബ്ബ് തആലയെ ശരിക്ക് പഠിക്കാനും മനസ്സിലാക്കാനുമാണ് അല്ലാഹു തആല യുഹ്യി വ യുമീത്. എല്ലാ വസ്തുക്കളിലും അല്ലാഹു തആല ഹയാത്തും മൗത്തും നൽകി. ഈ രണ്ടവസ്ഥ, ഏകനായ റബ്ബ് തആല ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ആരാധ്യൻ ആരുമില്ല, എന്നൊന്നും അവൻ തന്നെയാണ് ആരാധ്യൻ, എന്നൊന്നും അവൻ തന്നെയാണ് ഖാലിഖ്, എന്നൊന്നും അവൻ തന്നെയാണ് റബ്ബ്. റബ്ബുക്കും റബ്ബു ആബായിക്കുമുൽ അവ്വലീൻ, നിങ്ങളുടെ മാത്രമല്ല നിങ്ങളുടെ പൂർവീക പിതാക്കളുടെയും റബ്ബ് അവനാണ്. റബ്ബുക്കും വറബ്ബു ആബായിക്കുമുൽ അവ്വലീൻ, നിങ്ങളുടെ റബ്ബും നിങ്ങളുടെ പൂർവീകരായ പിതാക്കളുടെ റബ്ബും എന്ന് പറഞ്ഞാൽ ലോകത്ത് വേറെ ഒരു റബ്ബായി പറയാൻ ആരുമില്ല. അല്ലാഹു തആല മാത്രമാണ് റബ്ബ്. അവൻ മാത്രമാണ് പരിപാലിക്കുന്നവൻ, അവൻ മാത്രമാണ് നിയന്ത്രിക്കുന്നവൻ. എന്തുകൊണ്ട്? അവനാണ് സ്രഷ്ടാവ്. അതുകൊണ്ട് പരമാധികാരം അവനാണ്. ഒരു കമ്പനിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു സാധനത്തിന്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ആരാ പറയാ? അവരല്ലേ പറയാ, നിർമ്മാതാക്കളല്ലേ പറയാ. നിർമ്മാതാക്കൾ പറയും ഇതിന് ഇത്ര വാല്യൂ ഉണ്ട്, ഇത്ര കാലം ഉപയോഗിക്കാം, ഇങ്ങനെല്ലാം വിഷയങ്ങളുണ്ട്. കാരണം എന്താ? അവരാണ് അതിൽ ചേരുവകളൊക്കെ ചേർത്തത്. അവര് പറയണം ഇത്ര കാലം, ഓരോന്നിനും ഇത്ര കാലത്തെ നിലനിൽപ്പുണ്ട്, ഇത്ര കാലം ഉപയോഗിക്കാം, കുറച്ചുകൂടി കാലം കഴിഞ്ഞാൽ അതിന്റെ അവസ്ഥ മാറും. എങ്കിൽ സ്രഷ്ടാവായ റബ്ബ് തആലയാണ് പരിപാലനവും നടത്തുന്നത്. ആ റബ്ബ് തആലയാണ് ഹയാത്തും മൗത്തും നൽകുന്നത്. ആ റബ്ബ് തആലയാണ് എല്ലാവരുടെയും റബ്ബ്. റബ്ബുക്കും വറബ്ബു ആബായിക്കുമുൽ അവ്വലീൻ. ആകാശങ്ങളും ഭൂമികളൊന്നും അല്ലാഹു തആല നിയന്ത്രിക്കാൻ തദ്ബീറിന് വേണ്ടി മലക്കുകളെ ഏർപ്പെടുത്തി കൊടുത്തിട്ടുണ്ടെങ്കിലും അതൊക്കെ നിരുപാധികമല്ല, സ്വാഭാവികമാണ്. മുർസലീങ്ങൾ അല്ലാഹു തആല അയച്ചിട്ടുണ്ടെങ്കിലും പരമാധികാരമല്ല അല്ലാഹു തആല കൊടുത്തത്, നിയന്ത്രണത്തിൽ ഒതുങ്ങിയ അധികാരമാണ് അല്ലാഹു തആല കൊടുത്തത്. പരമാധികാരൻ എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. ആർക്കും പരമാധികാരത്തിന്റെ ഒരവസ്ഥയില്ല. അങ്ങനെ ഒരു അവസ്ഥ വാദിച്ച ആളായിരുന്നല്ലോ ഫിർഔൻ, അല്ലെ? ഫിർഔന് പറഞ്ഞിരുന്നല്ലോ അന റബ്ബുക്കുമുൽ അഅ്ലാ, ഞാൻ നിങ്ങളെ റബ്ബ് എന്നല്ല പറഞ്ഞത്, പിന്നെ നിങ്ങളെ വല്യമ്പുരാന് എന്ന് പറഞ്ഞത്. അന റബ്ബുക്കുമുൽ അഅ്ലാ. കാരണം കുറെ ഫറോമാർ ചോട്ടകളുണ്ട്, ചെറിയ ചെറിയ ആൾക്കാരുണ്ട്. ഇപ്പോഴും നമ്മൾ ഈജിപ്തിലെ മ്യൂസിയത്തിൽ പോയാൽ ഫറോമാർ കുറെ ഉണ്ട്, അവർ കാണിച്ചു തരും. ഫറോമാർ ഒന്നൊന്നല്ല, കുറെ ഉണ്ട്. പിരമിഡുകൾക്കുള്ളിൽ ഇപ്പം ഫറോമാരില്ലേ, അതുണ്ട്. പിരമിഡുകളെ നിർമ്മിച്ചത് അവർക്കുള്ള ഒരു സ്മാരക ശിലയായിട്ടാണ്. അതിന്റെ ഉള്ളിലും ഇങ്ങനത്തെ കുറെ എണ്ണം സാധനങ്ങളുണ്ട്. അപ്പൊ റബ്ബ് ഓലൊക്കെ ചെറിയ ചെറിയ റബ്ബുകളായിക്കോട്ടെ, വല്യമ്പുരാനായിട്ട് ഞാനും അല്ല റബ്ബുക്കുമുൽ അഅ്ലാ. അല്ലാഹു തആല ആ റബ്ബുക്കുമുൽ അഅ്ലാ എന്ന് പറഞ്ഞ് ജനങ്ങളെ എന്നെ ആരാധിക്കണം, ഞാനാണ് റബ്ബ് എന്നൊക്കെ പറഞ്ഞ ആളെ അപ്പൊ അല്ലാഹു തആല എന്താ ജനങ്ങൾക്ക് ദൃഷ്ടാന്തമായി കൊടുത്തിരിക്കുന്നത്? ഈ കിടക്കുന്ന ആളെ മുമ്പ് എന്തായിരുന്നു വാദിച്ചിരുന്നത്? എന്തെല്ലാം കഴിവുകൾ ഉണ്ടായിരുന്നു. അയാള് ശരിക്ക് പറഞ്ഞില്ലേ, അലൈസലി മുൽക്കു മിസ്ർ, മിസ്റിന്റെ അധികാരം എനിക്കല്ലേ ജനങ്ങളെ. വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി, ഈ നദികളൊക്കെ ഒഴുകുന്നത് എന്റെ നിയന്ത്രണത്തിലല്ലേ. എന്താ വർത്താനം? വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി, ടൈഗ്രീസ്, യൂഫ്രട്ടീസ്, നൈൽ നദികളൊക്കെ ഒഴുകുന്നത് എന്റെ അധികാരത്തിന്റെ കീഴിൽ, ഞാൻ ഉദ്ദേശിച്ചിട്ടൊന്നും നടക്കില്ലേ അതൊക്കെ. ഫലാ തുബ്സിറൂൻ, നിങ്ങൾ കാണുന്നില്ലേ? അം അന ഖൈറും മിൻ ഹാദല്ലദീ ഹുവ മഹീനും വലാ യകാദു യുബീൻ, ഞാനല്ലേ ഇതൊക്കെ പരിപാലിച്ച് നടത്തുന്നത്, എന്നല്ലേ നിങ്ങൾ വിശ്വസിക്കേണ്ടത്? ഇതിനൊന്നും കഴിവില്ലാത്ത ഈ പാവപ്പെട്ട മൂസാ നബിനെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. എന്നിട്ട് കുറെ കാരണങ്ങളാ ഉദ്ദേശിച്ചത്. ആ ഫറോവയെ, ഇത്രയും വലിയ അമ്പുരാനാണ് എന്ന് പറഞ്ഞ ഫറോവയെ ബാക്കിയുള്ള ജനങ്ങൾക്കൊക്കെ ദൃഷ്ടാന്തമായിട്ട് അല്ലാഹു തആല ഒന്ന് ബാക്കി വെച്ചതാണ്. റബ്ബുക്കുമുൽ അഅ്ലാ എന്ന് പറഞ്ഞ ഫിർഔൻ എവിടെ? മരിച്ചുപോയില്ലേ? അപ്പൊ മനസ്സിലായില്ലേ, ആള് റബ്ബല്ല, ഒരു കഴിവില്ല, ഒന്നിനും കഴിയൂല. യുഹ്യി വ യുമീത്, അല്ലാഹു തആല മൗത്തുള്ളവനല്ല, മൗത്ത് നൽകുന്നവനാണ്, ഹയാത്ത് നൽകുന്നവനാണ്.
എല്ലാവരുടെയും റബ്ബ് സുബ്ഹാനഹു വ തആല റബ്ബുക്കും വറബ്ബു ആബായിക്കുമുൽ അവ്വലീൻ ബൽ ഹും ഫീ ശക്കിൻ യൽഅബൂൻ. ബൽ ഹും ഇങ്ങനൊക്കെ വിശദീകരിച്ചു കൊടുത്താലും അല്ലാഹു തആലാന്റെ തെളിവുകൾ ഒക്കെ പറഞ്ഞു കൊടുത്താലും നബിയെ ബൽ ഹും അവർ ഇതിലേക്ക് മുഖം തിരിച്ച് കളയുന്ന ആൾക്കാർ ഫീ ശക്കിൻ അവർ സംശയത്തിലാണ്. സംശയത്തിൽ യൽഅബൂൻ അവർ കളിച്ചുകൊണ്ടിരിക്കുന്നു. യുക്തിവാദികൾ നിരീശ്വരവാദികളൊക്കെ ഇന്ന് സംശയത്തിലാണ്. ഇതാരെ പറ്റിയാണ് അള്ളാഹു പറഞ്ഞത്? വസഫ അഹ്ല ശക്കി വൻ നിഫാഖ്. സംശയിക്കുന്ന ആൾക്കാര്, കാപട്യമുള്ളവരെയും കുഫറിന്റെയും ആൾക്കാർ അള്ളാഹു വിശേഷിപ്പിച്ചു ബില്ലഅബി, കളി കൊണ്ട്. കാരണം ഓൽക്ക് ഒരു കളിയുടെ അവസ്ഥയാണ്. ഒരു ഈമാനും ഒരു യഖീനും ഒരു ഉറപ്പുമില്ല. അവരിങ്ങനെ ദീൻ കാര്യത്തിൽ എന്നും സംശയമാണ് അവർക്ക്. ലി തറദ്ദുദിഹിം വ തഹയ്യുരിഹിം ഫി അംരിദ്ദീൻ, ദീന്റെ കാര്യത്തിൽ എന്നും സംശയമാണ്. ദുന്യാവ് കൊണ്ടാണെങ്കിൽ നല്ല ശുഗലാകുന്നുണ്ട്, ദുന്യാവിലാണെങ്കിൽ വളരെ സജീവാണ്. ദീനിന്റെ എന്തെങ്കിലും വിഷയം വരുമ്പോൾ ഓൽക്ക് അവിടെ ശക്കാണ്. ദീനിന്റെ വിഷയത്തിലുള്ള ശക്ക് അള്ളാഹുവിന്റെ വിശ്വാസത്തിലുള്ള ശക്കാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. സംശയം വരാൻ പാടില്ല, ശക്ക് വരാൻ പാടില്ല, നിഫാഖ് വരാൻ പാടില്ല. യഖീനായ ഈമാൻ വേണം. അതുകൊണ്ടാണ് നേരത്തെ ഇൻകുന്തു മൂഖിനി എന്ന് പറഞ്ഞത്. നല്ല കുറ്റുറപ്പുള്ള ഈമാൻ. എന്താ അതങ്ങനെ? എന്താ ഇതിങ്ങനെ? അല്ലാഹു തആല എന്തിനാ പടച്ചോനെ അയാൾ അങ്ങനെ ആക്കിയത്? അല്ലാഹു തആലക്ക് അതിൽ പ്രത്യേക ഹിക്മത്തുണ്ടോ? ഉണ്ട്. എന്തിനാണ് അല്ലാഹു തആല ഇയാൾ അങ്ങനെ ആക്കിയത്? എന്താ അല്ലാഹു തആലക്ക് ഒരുപോലെ എല്ലാവർക്കും കൊടുത്താൽ? ഒരുപോലെ അല്ലാഹു തആല എല്ലാവർക്കും കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഒരുപോലെ കൊടുക്കാൻ അല്ലാഹു തആല തീരുമാനിച്ചിട്ടില്ല. അല്ലാഹു ഖുർആനിൽ പറഞ്ഞില്ലേ, വലോ ബസത്തല്ലാഹു റിസ്ഖ ലിഇബാദിഹി ലബഗൗ ഫിൽ അർദ്. എല്ലാവർക്കും ഒരുപോലെ കൊടുക്കാൻ കഴിവില്ലായിട്ടല്ല, കൊടുത്തിരുന്നുവെങ്കിൽ ഒരുപോലെ കൊടുക്കാത്തന്നെ മനുഷ്യന്മാരെ തിട്ടൂരെങ്ങനെ അല്ലേ? ഒരുപോലെ കൊടുത്തിരുന്നെങ്കിൽ ലബഗൗ ഫിൽ അർളി, അല്ലാഹുവിന്റെ അടിമകൾ ഭൂമിയിൽ ഏറ്റവും വലിയ പരാക്രമികളായി മാറും. വലാകിൻ യുനസ്സിലു ബിഖദരി മാ യശാ, അല്ലാഹുവിനെ ഉൾക്കൊള്ളാനും ചിന്തിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും ലിമിറ്റ് അനുസരിച്ച് അല്ലാഹു കൊടുക്കും. യുനസ്സിലു ബിഖദരി മാ യശാ. അല്ലാഹു തആല നമ്മളോട് ഇഷ്ടം പോലെ കൊടുത്തൂടെ? ആൾക്കാർ ചോദ്യമാണ്, എന്തിനാ അല്ലാഹു തആല ആളെങ്ങനെ ഇറങ്ങാറാക്കുന്നത്? ഇയാൾ എന്തിനാ അല്ലാഹു തആല ഇങ്ങനെ ആക്കിയത്? അത് അല്ലാഹു തആലാന്റെ തദ്ബീർ തിരിച്ചറിയാനുള്ള ഒരു മാർഗമാണ്. അല്ലാഹു തആല അങ്ങനെ നിയന്ത്രിക്കുന്നു എന്നതിന്റെ പിന്നിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. അല്ലാഹു തആല എന്ന് പറയുന്ന ഒരു പരമമായ ശക്തി, ഏകനായ റബ്ബ് ഇല്ലാന്നാ വാദിക്കുന്നതെങ്കിൽ സഹോദരങ്ങളെ, ഇവിടെ ഈ നടക്കുന്ന കാര്യങ്ങളൊന്നും ഒരു യാഥാർത്ഥ്യമല്ല എന്ന് പറയേണ്ടി വരും. അതെന്താ അങ്ങനെ പറയാൻ കാരണം? ഇതൊക്കെ ഒരു കഥകളാണ്, ഇതിന്റെ പിന്നിലൊന്നും ഒന്നുമില്ല എന്ന് വിശ്വസിച്ചാല് മനുഷ്യന് അർത്ഥം ഉണ്ടാവില്ല. കാരണം ഏറ്റവും നല്ല അർത്ഥത്തിൽ ജീവിക്കുന്ന, നല്ല വിശുദ്ധിയും തഖ്വയുമുള്ള ആള് ഒരുപാട് പരീക്ഷണങ്ങളെ കൊണ്ട് മുന്നോട്ട് പോവുകയാണ്, അല്ലെ? അള്ളാഹുവിൽ വിശ്വസിക്കാത്ത സർവ്വ അക്രമങ്ങൾക്കും നേതൃത്വം നൽകുന്ന പരാക്രമിയായ മനുഷ്യൻ സുഖവാസ കേന്ദ്രത്തിൽ ഉല്ലസിച്ചുകൊണ്ട് ജീവിക്കുകയാണ്. തിരിച്ചല്ലേ വേണ്ടത്? ബുദ്ധിയൻ ചിന്തിച്ചു നോക്കുമ്പോ നല്ലൽക്ക് നടക്കുന്ന ഈ നല്ല വൃത്തിയായ ആൾക്ക് എന്ത് വേണം? നല്ല ആരോഗ്യം, നല്ല വിഭവങ്ങൾ, നല്ല കഴിവ്, നല്ല സാമ്പത്തിക പുരോഗതി, നല്ല ജീവിതമാർഗം ഒക്കെ വേണ്ടേ? അതേ സമയത്ത് എല്ലാവരെയും അക്രമം നടത്തുന്ന, എല്ലാവരാലും ശപിക്കപ്പെട്ട പരാക്രമിയായ മനുഷ്യന് പരീക്ഷണങ്ങളല്ലേ വേണ്ടത്, അല്ലേ? അപ്പൊ ഇത് സത്യത്തിൽ ഒരു പ്രതിഫലത്തിന്റെയും ഒരു വിചാരണയും ലോകമല്ല. ഇത് അധ്വാനത്തിന്റെ, സമ്പാദ്യത്തിന്റെ, ചിന്തിക്കേണ്ടതിന്റെ, പഠിക്കേണ്ടതിന്റെ ലോകമാണ്. മറ്റു ലോകം ബാക്കി വെച്ചിട്ടുണ്ട് എന്നതിന്റെ തെളിവാണ് ഈ രണ്ട് ജീവിതങ്ങൾ. അല്ല, ബുദ്ധിമാൻ പറയണം സത്യത്തിൽ ഇതുകൊണ്ട് ലോകം തീരുന്നാണെങ്കിൽ അത് തീരാൻ പറ്റൂല. അതെങ്ങനെ തീരാൻ പറ്റുന്നത്? നമ്മുടെ നാട്ടിൽ 60 വയസ്സ് വരെ ജീവിച്ച ഒരാളുണ്ട്. അയാൾ 20ാമത്തെ വയസ്സിൽ അയാൾക്ക് ഒരു രോഗം വന്നു. പക്ഷെ ആ രോഗം കലശലായി മാറി. അയാളെ കുടുംബത്തിൽ ഇങ്ങനെ വരിവരിക്കാ രോഗം വന്നു. എന്നിട്ടും നിസ്കാരം മുടക്കാതെ, ജമാഅത്ത് മുടക്കാതെ, അധ്വാനം മുടക്കാതെ ആ രോഗം സഹിച്ചിട്ടും അയാൾ അധ്വാനിക്കാണ് കുടുംബം പോറ്റാൻ. എന്നിട്ടും ആ രോഗം സഹിച്ചിട്ട് അയാള് ചിലപ്പോഴൊക്കെ തളർന്നു വീണാലും ജുമയൊക്കെ അയാൾ വരുന്നുണ്ട്. അയാളെ കഷ്ടപ്പാട് ഇങ്ങനെ കണ്ടിട്ട് ആളുകളെ മനസ്സിൽ തന്നെ വല്ലാത്തൊരു വിഷമം. എന്തെങ്കിലും ഒരു തിന്മ അയാളിൽ നിന്ന് ആർക്കും ലാഹിറായിട്ടില്ല, ആർക്കും അറിയില്ല. അയാൾക്കും അറിയില്ല, കുടുംബത്തിനൊന്നും അറിയില്ല. അത്രയും വിശുദ്ധിയുള്ള ആളാണ്. 60 കൊല്ലം മൂപ്പര് ജീവിച്ചത് എങ്ങനെ? 15 വയസ്സ് വരെ നല്ല ആരോഗ്യവാനായിരുന്നു. 10-20 വയസ്സിൽ നിന്ന് തുടങ്ങിയതാണ് ഓരോന്ന് കുമിഞ്ഞു കൂടുന്ന പരീക്ഷണങ്ങൾ.
അയാളെ നേരെ അപ്പുറത്ത് താമസിക്കുന്ന ഒരു അയൽവാസി ഉണ്ട്. അയാള് ചെയ്യാത്ത ഒരു തിന്മകളും ഇല്ല, എല്ലാ തിന്മകളിലും. അയാൾക്ക് രോഗമുണ്ടോ? ഇല്ല. അയാൾക്ക് വിഷമമുണ്ടോ? ഇല്ല. അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ദുന്യാവ് മൊത്തം അയാളെ കയ്യിലാണ്. ദുന്യാവ് മൊത്തം അയാളെ കയ്യിലാണ്. അധികാരങ്ങൾ അത് മൊത്തം അയാളെ കയ്യില്. സുഖവാസ കേന്ദ്രങ്ങളൊക്കെ അയാൾക്ക്. അയാളെ പിന്നണിയായിട്ട് കുറെ അടിമകൾ വേറെയും. എന്തൊരു ഉല്ലാസത്തെ എന്തൊരു സന്തോഷത്തിനാണ് അയാളെ ജീവിതം. റബ്ബ് തആല ഈ ഒരു രണ്ടവസ്ഥയിൽ ഇവിടെ വെച്ചത് മനുഷ്യന് ചിന്തിക്കാനാണ്, പഠിക്കാനാണ്. ഇതൊരിക്കലും സവാബിന്റെ ലോകമല്ല, ഇഖാബിന്റെ ലോകമല്ല, ജസാഇന്റെ ലോകമല്ല. എന്നാൽ ചിലതിനൊക്കെ അല്ലാഹു തആല ഇവിടെ വെച്ചിട്ടുണ്ട്. അതെന്താ അറിയോ? അതൊരു ടെസ്റ്റ് ഡോസ് ആയിട്ട് പഠിക്കാനാണ്. അതിൽപ്പെട്ട ഒന്നാണ് ദുൽമ്, അക്രമം. അക്രമം ചെയ്താൽ തിരിച്ചതിന്റെ ഫലം അനുഭവിച്ചിട്ടേ പോകും. അതുകൊണ്ടല്ലേ നമ്മളൊക്കെ മദ്രസയിൽ പണ്ടേ ചെല്ലിവലില്ലാത്ത ദുൽമ് ചെയ്യരുത് കേട്ടോ. ദുൽമ് ചെയ്താൽ ആ ദുൽമിന്റെ അനന്തര ഫലം അത് അനുഭവിച്ചിട്ടേ എന്താവുള്ളൂ, പോകുള്ളൂ. അത് ഏത് മനുഷ്യനോടാണെങ്കിലും ഏത് സൃഷ്ടിനോടാണെങ്കിലും അനുഭവിക്കും. അതുകൊണ്ടാണ് ദുൽമ് എന്ന് പറഞ്ഞ സംഗതി, അക്രമം എന്ന് പറഞ്ഞ സംഗതി ചെയ്യാൻ പാടില്ല എന്നത്. പറ്റിപ്പോയി എന്നുള്ളത് ഒരു പക്ഷെ അക്രമാവൂല. ഒരാൾക്ക് സംഭവിച്ചു പോയി, അയാൾ അനിയന്ത്രിതമായിട്ടോ അല്ലെങ്കിൽ അവിചാരിതമായിട്ടോ പറ്റിപ്പോയി, അതല്ല. ദുൽമ് എന്ന് പറഞ്ഞാൽ അത് ബോധപൂർവമാണ്, കെണിപ്പിച്ചതാണ്. ആ കെണിപ്പിച്ചോ, ഞാൻ അടുത്തൊരു കെണിയിൽ നീയും കൊടുക്കും. എന്ന് പറഞ്ഞാൽ ഇത് പൊട്ടുക്കപ്പെട്ട്, അത് അക്രമവും അന്ധവിശ്വാസവും ശിർക്കും ഒക്കെ പെട്ടതിന്. വലാത്ത തഗൗഫിഹി, ഭൂമിയിൽ നിങ്ങൾ പരിധി ലംഘിക്കരുത് എന്ന് പറഞ്ഞാൽ ഒക്കെ പെട്ട് മൊത്തത്തിലുള്ളതാണ്. ഫഹില്ലാലേക്കും ഗളബി, എന്റെ ഗളബ് നിങ്ങളെ മേൽ ഇറങ്ങും എന്ന് അല്ലാഹു തആല വാണി ചെയ്ത് വെറുതെ അല്ല. അപ്പൊ ബനു ഇസ്രായേൽക്കാരിൽ പെട്ട അല്ലാഹു തആല ബനു ഇസ്രായേൽക്കാർക്ക് നിർദ്ദേശം കൊടുത്തിരുന്നു. ഇങ്ങനെ കട്ടിത്തേനും കാടപക്ഷിയോ കൊടുത്തല്ലേ. ഓൽ കൊടുത്ത നിർദ്ദേശം എന്താ? നിങ്ങൾക്ക് അന്യ പെണ്ണ് അന്യ ആണ് തമ്മിൽ നിയമത്തിൽ മാറ്റണ്ട്. അതുകൊണ്ട് ആ മാറ്റത്തിനനുസരിച്ച് നിങ്ങൾ ജീവിക്കണം. നിങ്ങൾക്ക് തരാനുള്ള ഒക്കെ തരും, എന്തും തരും, എന്താണ് നിങ്ങൾ ചോദിക്കണം ഒക്കെ തരും. പക്ഷെ നിയമങ്ങൾ അംഗീകരിക്കണം. അങ്ങനെയുള്ള നിയമം അല്ലാഹു ഇറക്കി കൊടുത്തിട്ട് ഇവരൊരു സ്ഥലത്ത് ഇങ്ങനെ ക്യാമ്പ് ചെയ്യാണ്, ഒരു 10-20,000 ആൾക്കാർ. അപ്പൊ കൂട്ടത്തില് അവരെ മുന്നിലൂടെ ഒരു പെണ്ണിങ്ങനെ, നല്ല ചൊങ്കും ചൊർക്കുള്ള ഒരു പെണ്ണിങ്ങനെ പോയപ്പോ ഒരാള് മറ്റേ തോണ്ടി നോക്കാണ്ട്, എന്തൊരു ചൊർക്കുള്ള പെണ്ണാ, നോക്ക് നോക്ക് നോക്ക്. ആ മറ്റേ നോക്കി, ഞാനൊന്ന് പോയി ഒന്ന് ടച്ച് ചെയ്താലോ? വേണ്ടട്ടോ, നമ്മളോട് ഇങ്ങനെയല്ലേ നിയമം ഇറക്കിയത്, നമ്മൾ ഒന്ന് പോയി. ഇങ്ങനെ ഒരു പെണ്ണിങ്ങനെ പോകുമ്പോ അപ്പൊ ഒരാളെങ്ങനെ ഇറങ്ങി ആ പെണ്ണുമായിട്ടുള്ളൊരു സാമീപ്യം ഇങ്ങനെ പുലർത്തി നല്ല സമ്പർക്കത്തിലും നല്ല ഇണക്കത്തിലൊക്കെ ആയി. ബാക്കിയുള്ള ഈ നോക്കി നിൽക്കുന്ന നോക്കുകുത്തികളായ ആൾക്കാർ ഒറ്റ എതിർക്കാത്തത് കൊണ്ട് മൊത്തെണ്ണത്തിനാണത് ശിക്ഷ കൊടുത്തത്. അതാണ് പറഞ്ഞത് വലാ തത്ഗൗ ഫീഹി ഫഹില്ലാലൈക്കും ഗളബി. ഇവര് ഏതെങ്കിലും കുറച്ച് ആൾക്കാർ നിങ്ങൾ അങ്ങനെ ചെയ്യല്ലേ, വളരെ മോശമാണ്, അല്ലെങ്കിൽ പഠിച്ചോനെ അവരെ ചെയ്തതിന് ഞങ്ങളെ നീ ശിക്ഷിക്കല്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു മാറ്റം ഉണ്ടായിരുന്നു. ഒന്നിന് അള്ളാഹു കൊടുത്ത എത്ര? 70,000. അതെന്താ? ഈ 70,000 ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നു. എല്ലാരും നോക്കി ഗാലറിയിൽ നിന്നിട്ട് അത് കുഴപ്പമൊന്നുമില്ല, അത് വലിയ പ്രശ്നമൊന്നുമില്ല, അത് സംസാരിക്കണല്ലോ, അത് തൊട്ടിട്ടല്ലേ ഉള്ളൂ, അത് ചുംബിച്ചിട്ടേ ഉള്ളൂ, ഞാൻ അപ്പുറം എന്തെല്ലാം നടക്കാണ്ട്. ഈ നിലക്കുള്ള സപ്പോർട്ടിങ് എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായപ്പോ എല്ലാവർക്കും കൊടുത്തു ഒരുമിച്ച്. കാരണം ആ ദുൽമ് ഒരാളിൽ നിന്നല്ല ഉണ്ടായത്, എല്ലാവർക്കും അതിൽ സമ്മതമായിരുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള ചിലത് അള്ളാഹു വെക്കുന്നത് അവിടെ അങ്ങനെ സംഭവം ഉണ്ട് എന്നുള്ളതിന് ചില ദൃഷ്ടാന്തങ്ങളായിട്ടാണ്. ഇവിടെ ചില ദൃഷ്ടാന്തങ്ങൾ അദാബുകളൊക്കെ ചില ഭാഗങ്ങളിലൊക്കെ അള്ളാഹു പുറത്തെടുക്കുന്നതും ചെറിയ 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 കാര്യങ്ങളായിട്ട് മനസ്സിലാക്കി തരാനാണ്. അവർ സംശയത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല യഖീനായ ഈമാൻ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. ഷെക്ക് കൂടിക്കലർന്ന ഈമാൻ ഒരു ഫലമില്ലാന്ന ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മനുഷ്യന്റെ മനസ്സിൽ ഷെക്ക് കൂടിക്കിടങ്ങുന്നുണ്ടോ ഈമാന് കാര്യമായിട്ട് ഫലം കിട്ടൂല. അതുകൊണ്ട് ഷെക്ക് വരരുത്, സംശയം വരരുത്. സംശയം വരുന്ന മാർഗങ്ങൾ വിശ്വാസ കർമ്മ ആചാര അനുഷ്ഠാനങ്ങളിലുള്ളത് ഉടനെ തിരുത്തണം. നാളേക്ക് മറ്റന്നാൾക്ക് ബാക്കി വെക്കരുത്. വിവരമുള്ളവരെ ചോദിച്ചുടനെ തിരുത്തണം. തിരുത്തിയിട്ട് ഈമാൻ ഉറപ്പിക്കണം. പഴയ കാലത്തെ ആൾക്കാർക്കൊക്കെ എന്തൊരു ഈമാൻ ഉറപ്പാന്നറിയോ? ബഹുമാനപ്പെട്ട ഫത്ഹുൽ മൗസിലി തങ്ങൾ പറയുന്നുണ്ട്,
ഞാനൊരു മലഞ്ചെരുവിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഒരു ചെറിയ കുട്ടിയെ കണ്ടു, പ്രായപൂർത്തി എത്തിയിട്ടില്ല. ആ കുട്ടി ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കുകയാണ്, ചുണ്ട് ഇങ്ങനെ ചലിപ്പിക്കുന്നുണ്ട്, കുട്ടി നടക്കുകയാണ്. ഞാൻ ആ കുട്ടിയോട് സലാം പറഞ്ഞു, സലാം അടക്കി. ഞാൻ ചോദിച്ചു, മോനെ എവിടുക്കാ പോകുന്നത്? കുട്ടി പറഞ്ഞു, ഇലാ ബൈത്തില്ലാഹിൽ ഹറാം, കാബയിലേക്കാ പോകുന്നത്. കാബയിലേക്കാ പോകുന്നത്? അതെ. എന്താ അങ്ങനെ ചുണ്ടനക്കുന്നത് എന്താന്ന് വെച്ചാൽ കുട്ടി പറഞ്ഞു, ബിൽ ഖുർആൻ, ഖുർആൻ ഓതാണെന്ന്. അപ്പൊ ഫത്തുഹുൽ മൗസിലി തങ്ങളെ ചോദ്യം, മോനെ ഖുർആൻ ഓതാനും ഇത്ര സാഹസപ്പെടാനൊന്നും തക്ലീഫിന്റെ ലോകത്തേക്ക് നീ എത്തിയിട്ടില്ലല്ലോ. നീ പ്രായപൂർത്തി എത്താത്ത കുട്ടി, നല്ല പക്വത ഉണ്ട്, പക്ഷെ പ്രായപൂർത്തി എത്തിയിട്ടില്ലല്ലോ നിനക്ക്, പിന്നെന്തിനാ എത്ര പ്രയാസപ്പെടുന്നത്? അപ്പൊ ആ കുട്ടി പറഞ്ഞു, റഅയ്തുൽ മൗത യഖുദു മൻ ഹുവ അസ്ഗറു മിന്നി സിന്ന. മരണത്തെ പറ്റി ഞാൻ മനസ്സിലാക്കിയപ്പോ എന്നെക്കാളും ചെറുപ്പമുള്ളവരെയും മരണം പിടിച്ചു കൊണ്ടുപോകുന്നുണ്ട്. ഇത് മനസ്സിലാക്കിയിട്ട് ഞാൻ അങ്ങനെ ഖുർആൻ ഓതുകയാണ്. അപ്പൊ നീ ഈ ചെറിയ കാലുകൊണ്ട് നടന്നിട്ട് എന്ന് കാബയിലെത്താനാ? കാബയിലേക്ക് ഒരുപാട് ദൂരല്ലേ? ആ സമയത്ത് ആ കുട്ടി പറഞ്ഞു, ഫത്തുഹുൽ മൗസിലി തങ്ങൾ വലിയൊരു മഹാനാ, ഫത്തുഹുൽ മൗസിലി തങ്ങളോട് പറഞ്ഞു, മഹാനവർകളെ, കാലിന്റെ ചവിട്ടടി അത് എന്റെ ഭാഗത്തു നിന്നാണ്, അങ്ങോട്ട് എത്തിക്കേണ്ടത് അള്ളാന്റെ ചുമതലയാണ്. ഞാൻ നടക്കുന്നു, എന്നെ അവിടെ എത്തിക്കേണ്ട ഡ്യൂട്ടി ആരുതാ? അള്ളാഹുവിൻ്റെതാണ്. എന്നോട് അള്ളാഹുത്തല അങ്ങനെ പോകാനാ പറഞ്ഞു, ഞാൻ അങ്ങനെ പോകാണ്, ഞാൻ അവിടെ എത്തും, ആ എത്തുന്നുള്ള ഉറപ്പിലാണ് ഞാൻ പോകുന്നത്. അപ്പൊ മോനെ ഭക്ഷണവും വാഹനമൊക്കെ എവിടെ? അപ്പൊ കുട്ടി പറഞ്ഞു, സാദി യഖീനി, എന്റെ ഭക്ഷണം അതെന്റെ ഈമാനിന്റെ കരുത്താണ്, എന്റെ വാഹനം അതെന്റെ 2 കാലുമാണ്. ഞാൻ അതല്ല ചോദിച്ചു, അത് നിനക്കുണ്ടെന്ന് ഉറപ്പാ. ഹുബസും മാവ് എവിടെയെന്നാ ചോദിച്ചത്. പിന്നെ ഒന്നുകൂടി ചോദിച്ചാണ്, റൊട്ടിയും അതിലേക്ക് എന്തെങ്കിലും കൂട്ടാൻ വേണ്ടേ, അത് എവിടെയെന്നാ ചോദിച്ചത്. അപ്പൊ കുട്ടി പറഞ്ഞു, ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട്, നിങ്ങൾ വലിയ പണ്ഡിതനാണല്ലോ, ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളെ ഒരാള് അയാളെ വീട്ടിലേക്ക് ക്ഷണിച്ചാൽ, അതിഥിയായിട്ട് ക്ഷണിച്ചാൽ, പോകുന്ന നിങ്ങൾ ഭക്ഷണം പൊതിഞ്ഞു കൊണ്ടുപോകാറുണ്ടോ? നിങ്ങളൊരു ഗസ്റ്റായിട്ട് ക്ഷണിക്കുമ്പോൾ നിങ്ങൾ അങ്ങാടിയിൽ നിന്ന് ഭക്ഷണം വാങ്ങി, ഹുബൂസും വാങ്ങി, കോയും വാങ്ങി നിങ്ങൾ അങ്ങോട്ട് പോവോ? അപ്പോഴല്ല, പോകൂല. എന്നാ അള്ളാഹു തആല എന്നെ ലൈഫായിട്ടാ ക്ഷണിച്ചത്, ഞാൻ അള്ളാഹുവിന്റെ ഗസ്റ്റാണ്. എന്താ നമ്മളൊക്കെ കാണല്ലേ, ളുയൂഫുല്ലാഹി എന്നല്ലേ ബോർഡ് കാണല്, അള്ളാഹുവിന്റെ അതിഥികൾക്ക് സ്വാഗതം. ഞാൻ അള്ളാഹുവിന്റെ ഗസ്റ്റാണ്. ഈ കുട്ടിന്റെ ഈമാനും യഖീനും, ഞാൻ അള്ളാഹുവിന്റെ ഗസ്റ്റാണ്. അതുകൊണ്ട് എന്നെ അള്ളാഹു തആല ക്ഷണിക്കുമ്പോ എനിക്കുള്ള റിസുക്കും അള്ളാഹു തആല തന്നെ കണക്കാക്കിയിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. കാരണം ഞാൻ അള്ളാഹിന്റെ ഗസ്റ്റല്ലേ, അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം ചെയ്തല്ലേ പോകുന്നത്. അതുകൊണ്ട് ഭക്ഷണത്തിന് എനിക്ക് പ്രശ്നമില്ല. ടൈം ആകുമ്പോ അള്ളാഹു എവിടെയാണോ എന്നെ സൽക്കരിക്കേണ്ടത് സൽക്കരിക്കും. വല്ലാത്ത സംസാരാണ്. ഈ സംസാരം ഇങ്ങനെ കേട്ടപ്പോ ബഹുമാനപ്പെട്ട ഫത്തുഹുൽ മൗസിലി തങ്ങൾക്ക് പറഞ്ഞു, വല്ലാത്ത സംഭവം തന്നെ. അങ്ങനെ ആ കുട്ടി എന്റെ കണ്ണിൽ നിന്ന് മറഞ്ഞു. ഞാൻ അങ്ങനെ നോക്കുക, കുട്ടി അങ്ങനെ നടന്നുപോയി. പിന്നെ ഞാൻ ആ കുട്ടിയെ മക്കത്ത് വെച്ചാ കണ്ടത്. മക്കത്ത് വെച്ച് കണ്ടപ്പോ കുട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, യാ ഷെയ്ഖ്, ഓ മഹാനവർകളെ, അന്ത ബഅദ അലാ ദാലിക്കൽ ളുഅ്ഫ് ഫിൽ യഖീൻ, അന്ന് ചെറിയൊരു ളുഅ്ഫുണ്ടായിരുന്ന ഒരു ബലഹീനത ഇപ്പൊ നിങ്ങൾ യഖീനിലെത്തിയിട്ടുണ്ട്. ഒരു ഈമാനിന്റെ യഖീനാണ്. അള്ളാഹു നമുക്ക് ഈമാൻ വർദ്ധിപ്പിക്കട്ടെ. അള്ളാഹു തആല തരും, നിശ്ചയിക്കുന്നു കണ്ടാൽ നല്ല തവക്കുൽ വേണം മുഅ്മിനീങ്ങളെ. രാവിലെയും വൈകുന്നേരം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 7 വട്ടം നമ്മളോട് ചൊല്ലാൻ പറഞ്ഞ തവക്കുലിന്റെ ദിക്റുണ്ട്. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. നല്ലോണം ഉറപ്പിച്ചു ചൊല്ലണം. നിശ്ചയിക്കുന്നവൻ അല്ലാഹുവാണ്, നമുക്ക് തരേണ്ടതൊക്കെ തരുന്നവൻ അല്ലാഹുവാണ്. അതിൽ യാതൊരു കുറവുണ്ടാവില്ല. അല്ലാഹു തരുന്നുള്ള ആ ഉറച്ച വിശ്വാസമല്ലേ, അത് നമുക്ക് എപ്പോഴും ഉണ്ടാകണം. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തും, യാതൊരു മാറ്റം ഉണ്ടാകില്ല. ആ ഈമാനും യഖീനിലുമായി നിലകൊള്ളാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.